ശ്രദ്ധിക്കും മക്കളെ, ഹെഡിങ് കൊടുത്തോ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി സൈഡിലായിരുന്നു. എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നുള്ളത് ശ്രദ്ധിക്കാം. വളരെ സിമ്പിൾ ആണ്, നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അതിവിടെ ശ്രദ്ധിക്കുക, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കുക. ശ്രദ്ധിക്കുക കേട്ടോ, നന്നായി ശ്രദ്ധിക്കുക, ഇനി സംസാരമില്ല കേട്ടോ. ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കുക, ഒരു പാത്രം എടുക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഇലക്ട്രോലൈറ്റ് എടുത്തു. ഓക്കെ, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോ CuSO4 ആവാം, അല്ലെങ്കിൽ എന്താവാം, ZnSO4 ആവാം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് ഒരു ഇലക്ട്രോലൈറ്റ് ആണെന്ന് കരുതാം. അപ്പൊ ഇലക്ട്രോലൈറ്റിൽ എപ്പോഴും എന്തുണ്ടാവും? അയോൺസ് ഉണ്ടാവും. എങ്ങനെയുള്ള അയോൺസ് ഉണ്ടാവുക? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസ് ഉണ്ടാവും. എന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള എന്തുണ്ടാവും? അയോൺസ് ഉണ്ടാവും. ശരിയല്ലേ പറഞ്ഞത്? ഇപ്പൊ കോപ്പർ സൾഫേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ Cu2+ ഉണ്ടാവും, SO4 2- ഉണ്ടാവും. നമ്മള് ഇവിടെ ചെയ്യുന്നത് ഈ ഇലക്ട്രോലൈറ്റിലേക്ക് ആരിറക്കി വെക്കുകയാണ്? ഒരു ഇലക്ട്രോഡിനെ ഇറക്കി വെക്കുകയാണ്. ഈ ഇലക്ട്രോലൈറ്റിലെ ഏത് എലമെന്റ് ആണോ ഉള്ളത് ആ എലമെന്റ് തന്നെയാണ് അവിടെ വെക്കുന്നത്, നമ്മള് ഇലക്ട്രോഡായിട്ട് ഇറക്കി വെക്കുന്നത്. ഉദാഹരണത്തിന് കോപ്പർ സൾഫേറ്റ് ആണ് എന്തെന്ന് കരുതുക, ഇലക്ട്രോലൈറ്റ് എന്ന് കരുതുക. ഇലക്ട്രോലൈറ്റ് ആരാണ്? കോപ്പർ സൾഫേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെക്കുന്ന ഇലക്ട്രോഡ് എന്തായിരിക്കും? നമ്മൾ വെക്കുന്ന ഇലക്ട്രോഡ് ഏതാ? കോപ്പർ. നമ്മൾ ഹാഫ് സെല്ലുകൾ എടുത്ത് അങ്ങനെയാണ് അല്ലെ. ZnSO4ലേക്ക് ആരെ വെച്ചത്? Zn തന്നെയാണ് വെച്ചത്. CuSO4ലേക്ക് ആരെ വെച്ചത്? Cu തന്നെയാണ് വെച്ചത് എന്ന് പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പൊ ഇലക്ട്രോലൈറ്റ് ഉണ്ട്, ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അതേ മെറ്റൽ തന്നെ എന്ത് ചെയ്യുന്നു? ഇറക്കി വെക്കുകയാണ്. അപ്പോ ഈ മെറ്റലും ഇലക്ട്രോലൈറ്റും തമ്മിൽ കോണ്ടാക്ട് വരികയാണ് അല്ലെ. ഈ മെറ്റലും ഇലക്ട്രോലൈറ്റും തമ്മിൽ കോണ്ടാക്ട് വരുന്ന ഒരു ജംഗ്ഷൻ അവിടെ ഉണ്ട് അല്ലെ. ഒരു സോളിഡ് ലിക്വിഡ് ജംഗ്ഷൻ അവിടെ ഉണ്ട്. സോളിഡ് ലിക്വിഡ് ജംഗ്ഷൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇലക്ട്രോഡ് ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലും. ഇലക്ട്രോലൈറ്റ് ഏത് സ്റ്റേറ്റിലാണ്? ലിക്വിഡ് സ്റ്റേറ്റിലുമാണ്. ഇലക്ട്രോലൈറ്റ് ഏത് സ്റ്റേറ്റിലുമാണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ രണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റിലുള്ള സംഗതികൾ കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണ് അല്ലെ. ഈ ഒരു ഹാഫ് സെൽ, അത് കോപ്പർ സൾഫേറ്റ് കോപ്പറിലാവാം, സിംഗിൾ സൾഫേറ്റ് സിംഗിളാവാം. ജനറലി M എന്ന് പറയുന്ന ഒരു മെറ്റല് അതിന്റെ സൊല്യൂഷനിലാണ് ഇരിക്കുന്നത് കരുതുക. അപ്പൊ ഇവിടെ ഇരിക്കുന്ന മെറ്റൽ ഏതാണ്? M ആണെന്ന് കരുതുക. ജനറലി നമ്മൾ പറയുന്നത് M എന്ന് പറയുന്ന മെറ്റലാണ് ഇതിലിരിക്കുന്നത്. ഇപ്പൊ കോപ്പർ സൾഫേറ്റിലാണെങ്കിൽ നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്ന അയോൺസ് ഏതാ? Cu2+ഉം SO4 2- അല്ലെ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അയോൺസ് ഇതാണ്. അതേസമയം M ആണ് എലമെന്റ് എങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാറ്റയോൺ എന്തായിരിക്കും? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാറ്റയോൺ എന്ന് പറയുന്നത് Mn+. എന്താണ്? Mn+. M എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എലമെന്റ് ഏതാണോ അത്. Cu ആണെങ്കിൽ Cu, Zn ആണെങ്കിൽ Zn, അതാണ് M. N എന്ന് പറഞ്ഞാൽ എന്താ? അത് ഓരോ എലമെന്റിനും വേറെ വേറെയാണ് വരിക. ഇപ്പൊ അലുമിനിയം ആണെങ്കിൽ Al എന്താ വരിക? Al3+ ആണ് വരിക. ഇപ്പൊ കോപ്പർ ആണെങ്കിൽ Cu2+ ആണ് വരിക. സോഡിയം ആണെങ്കിൽ Na+ വരും. ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ 1, 2, 3 എന്നുള്ള ഇതില്. അപ്പൊ അത് ജനറലി പറയുമ്പോൾ നമുക്ക് ഒരു വേരിയബിൾ പോലെ ജനറലി എന്ന് പറയാം, N എന്ന് പറയാം. കുഴപ്പമില്ലല്ലോ. പിന്നെ എന്താ ഉള്ളത്? പ്ലസ് ചാർജ്. പ്രശ്നമില്ലല്ലോ. അപ്പൊ സൊല്യൂഷനിലുള്ളത് എന്താണ്? Mn+ഉം ഇലക്ട്രോഡും ഉള്ളത് എന്താണ്? M. ഇതുവരെ ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. സൊല്യൂഷനിലുള്ളത് Mn+ഉം ഇലക്ട്രോഡും ഉള്ളത് എന്താണ്? M ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇന്ററാക്ഷൻ സംഭവിക്കുന്ന സമയത്ത്, അതായത് ഈ മെറ്റൽ റോഡ് എടുത്തിട്ട് നമ്മൾ എവിടെ വെക്കുകയാണ്? ഈ ഇലക്ട്രോലൈറ്റിൽ വെക്കുകയാണ്. ഈ മെറ്റൽ റോഡ് എടുത്തിട്ട് എവിടെ വെക്കുകയാണ്? ഈ ഇലക്ട്രോലൈറ്റിൽ നമ്മൾ വെക്കുകയാണ്. അങ്ങനെ വെക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിക്കാം എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ എന്ത് ചെയ്യാം അവിടെ സംഭവിക്കാം. ആദ്യത്തെ കാര്യം, ഈ ഇലക്ട്രോണുമുള്ള മെറ്റല് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് എന്തായിട്ട് മാറാം? ഇലക്ട്രോണുമുള്ള ആൾക്കാർ എങ്ങോട്ട് ഇറങ്ങി വരാം? സൊല്യൂഷനിലേക്ക് ഇറങ്ങി വരാം. നമ്മളത് എവിടെ കണ്ടു? കഴിഞ്ഞ ദിവസം നമ്മൾ സിങ്കിന്റെയും കോപ്പറിന്റെയും ബാറ്ററി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സിങ്ക് സൾഫേറ്റിന്റെ ഹാഫ് സെല്ലിൽ എന്താണ് സംഭവിച്ചത്? Zn എന്ന് പറയുന്നത് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് എങ്ങോട്ട് ഇറങ്ങിപ്പോയി? ZnSO4ലേക്ക് ഇറങ്ങിപ്പോയി അല്ലെ. ആ 2 ഇലക്ട്രോണുകളാണ് ഇങ്ങോട്ടേക്ക് പോയത്? കോപ്പറിന്റെ സൈഡിലേക്ക് പോയത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ ആദ്യത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഈ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് ഇലക്ട്രോണുമുള്ള Mn+ ആയിട്ട് എങ്ങോട്ട് ഇറങ്ങി വരാം? സൊല്യൂഷനിലേക്ക് ഇറങ്ങി വരാം. ഒന്നുകൂടെ, ഇതൊരു സാധ്യതയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? Mn+
ഇവിടെ mn പ്ലസ് ഒരെണ്ണം കൂടും, ഇവിടെ ഒരു mn പ്ലസ് കൂടും, ഇവിടെ ഒരു mn പ്ലസ് കൂടും, ഇവിടെ ഒരു mn പ്ലസ് കൂടും. ഇത് എവിടുന്ന് വരുന്ന mn പ്ലസുകളാ? ഇലക്ട്രോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന mn പ്ലസുകളാ. പിടികിട്ടിയോ? ഇലക്ട്രോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന mn പ്ലസുകളാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺസ് എവിടെ നിൽക്കും? ഇലക്ട്രോൺസ് എവിടെ നിൽക്കും? ഇലക്ട്രോൺസ് എവിടെ നിൽക്കും? ഒന്നൊക്കെ പറഞ്ഞേ. ഇലക്ട്രോൺസ് എവിടെ തന്നെ നിൽക്കും? ഇലക്ട്രോഡ് നിൽക്കും. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? നമ്മൾ എക്സ്റ്റേണൽ വയർ വഴി പുറത്തേക്ക് പോകുന്നൊക്കെ പറഞ്ഞതുപോലെ. അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജ് മാർക്ക് ചെയ്യണം. പക്ഷെ എന്താ? ഈ മൈനസ് ഈ മൈനസ് ഈ മൈനസ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് സൊല്യൂഷൻ സൈഡില്, സൊല്യൂഷന്റെ ആ ഒരു ഏരിയയില്, കോണ്ടാക്ട് വരുന്ന സൊല്യൂഷന്റെ ഒരു ഏരിയയിൽ ഏത് ചാർജ് കൂടുതലായി? പറയടാ. പോസിറ്റീവ് ചാർജ് കൂടുതലായി. ഇലക്ട്രോഡുമേ ഏത് ചാർജ് വന്നു? അക്യുമുലേറ്റ് ചെയ്തു. നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്തു. അപ്പൊ ഒരു ഭാഗത്ത് നിറയെ പോസിറ്റീവ് ചാർജും മറ്റേ ഭാഗത്ത് നിറയെ എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജും വരികയാണ്. സോ ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ ജംഗ്ഷനിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. കാരണം ഒരു ഭാഗത്ത് നിറയെ പോസിറ്റീവ് ചാർജും മറ്റൊരു ഭാഗത്ത് നിറയെ എന്താണ്? നെഗറ്റീവ് ചാർജ്. അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. കുഴപ്പമില്ലല്ലോ. ഇവിടെ സംഭവിച്ച കാര്യം, ആദ്യത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ സംഭവിച്ച കാര്യം എന്താണ്? ഇലക്ട്രോഡുമുള്ള മെറ്റാലിക് ആറ്റംസ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് എങ്ങോട്ട് ഇറങ്ങി പോകുന്ന കണ്ടേ? നമ്മള് സൊല്യൂഷനിലേക്ക് ഇറങ്ങി പോകുന്നതാണ് കണ്ടത് അല്ലെ? ഇതാണ് ഒരു സാധ്യത. ആണോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് എന്താ? ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേസിൽ സംഭവിച്ചത് എന്താ? എം എന്ന് പറയുന്ന ആറ്റം n ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് എന്തായിട്ട് മാറി? mn ബാക്കി mn പ്ലസ് ആയിട്ട് മാറി. അതല്ലേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചേ? ആണോ? അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് അല്ലെ? m എന്ന് പറയുന്ന ആറ്റം n ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തുകൊണ്ട് എന്തായിട്ട് മാറി? mn പ്ലസ് ആയിട്ട് മാറി. ഇതൊരു സാധ്യതയാണ് അല്ലെ? ഒരു കേസാണ്. ഇനി രണ്ടാമത്തെ കേസ് എന്തായിരിക്കും? രണ്ടാമത്തെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ കേസ് എന്തായിരിക്കും? നേരെ എന്ത് സംഭവിക്കാം? നേരെ തിരിച്ച് സംഭവിക്കാം. നേരെ തിരിച്ച് സംഭവിക്കുക എന്ന് പറയുമ്പോൾ എന്തുണ്ടാവുക? ഒരു പാത്രം ഉണ്ട്. ആ പാത്രത്തിൽ m എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതില് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. നേരെ തിരിച്ച് സംഭവിക്കുമ്പോൾ ഉള്ള കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. നേരെ തിരിച്ച് സംഭവിക്കുമ്പോ സൊല്യൂഷനിലുള്ള mn പ്ലസ് ഇലക്ട്രോഡുമ്മക്ക് പോയിട്ട് എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റ് ചെയ്യാം. ഇലക്ട്രോഡും എവിടെന്നെങ്കിലൊക്കെ ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തിട്ട് mn പ്ലസ് എന്തായിട്ട് മാറുന്നു? mn പ്ലസ് എന്തായിട്ട് മാറുന്നു? ഓർക്ക പറയടാ. mn പ്ലസ് എന്തായിട്ട് മാറുന്നു? m ആയിട്ട് മാറുന്നു. ഇലക്ട്രോഡുമുള്ള ഇലക്ട്രോണുകളെ റിസീവ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? mn പ്ലസ് തിരിച്ച് എന്തായിട്ട് മാറുന്നു? m ആയിട്ട് മാറുന്നു. അപ്പോ ഇവിടെ എന്ത് ചാർജ് കുറയും? സൊല്യൂഷനിലുള്ള പോസിറ്റീവ് ചാർജ് കുറയും അല്ലെ? കാരണം സൊല്യൂഷൻ നിങ്ങളെ കയറി പോണേ ഇലക്ട്രോഡുമിക്കാണ് കയറി പോകുന്നത്. അതായത് നേരത്തെ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ്. അപ്പൊ അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ എന്താണ് വരിക? അവിടെ സംഭവിക്കുന്നത് mn പ്ലസ്. ഇങ്ങനെയും സംഭവിക്കാം. മറ്റൊരു സാധ്യത ഇതാണ്. അപ്പൊ mn പ്ലസ് തന്നെ ഇലക്ട്രോണുകൾ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറി? m ആയിട്ട് മാറി. അപ്പൊ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്നല്ലെങ്കിൽ സൊല്യൂഷനിൽ വെക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാം? സൊല്യൂഷനിലേക്ക് ഇറങ്ങി പോവാം. ഈ രണ്ടാമത് പറഞ്ഞ സാധ്യത നമ്മൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ? കണ്ടുണ്ട്. ഇന്നലെ ഏത് സംസാരിച്ചു? നമ്മള് കോപ്പറിന്റെ കാര്യം സംസാരിച്ചു ഇല്ലേ? കോപ്പറിന്റെ കേസിൽ എന്തുണ്ടായത്? കോപ്പർ സൾഫേറ്റിലുള്ള Cu2 പ്ലസ് അല്ലെ? കോപ്പർ സൾഫേറ്റിലുള്ള Cu2 പ്ലസ് ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തിട്ട് ഇലക്ട്രോഡ് പോകുന്ന ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? Cu ആയിട്ട്. അപ്പൊ രണ്ട് കേസുകൾ നമ്മൾ കണ്ടാണ്. ആണോ? ശരിയല്ലേ? അപ്പൊ ആ ജംഗ്ഷനിൽ നടക്കുന്ന കാര്യമാണ് എന്ത് ചെയ്യണേ നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന് ഏത് പ്രോസസ്സാ? ഇത് കണ്ടിട്ട് എന്ത് പ്രോസസ് എന്നാ തോന്നണേ? പറയും എന്ത് പ്രോസസ്സാ? ഒന്ന് ഓക്സിഡേഷൻ, മറ്റൊന്ന് എന്താ? റിഡക്ഷൻ. അപ്പൊ ഒരു ഇലക്ട്രോലൈറ്റിന്റെ ഉള്ളില് അതിന്റെ മെറ്റൽ നമ്മൾ ഇറക്കി വെക്കുമ്പോ ഒന്നല്ലെങ്കിൽ അവിടെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ എന്താ? റിഡക്ഷൻ നടക്കാം. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. എന്താ? ഒരു ചേഞ്ചും ഇല്ല. എന്താണ്? ഒരു ചേഞ്ചും ഇല്ല. അവിടെ ഒന്നും നടക്കണില്ല. അങ്ങോട്ടും പോണില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നില്ല. കുഴപ്പമില്ലല്ലോ. അങ്ങോട്ടും പോണില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നില്ല. ഒരു ചേഞ്ചും ഇല്ല. ആ രീതിയിലും എന്താണ് ഒരു കേസ് നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പൊ മൂന്ന് സാധ്യതകളാണ് ഉള്ളത്. ഒന്നല്ലെങ്കിൽ ഒരു ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തോണ്ട് എങ്ങോട്ട് പോവാം? സൊല്യൂഷനിലേക്ക് പോവാം. അല്ലെങ്കിൽ സൊല്യൂഷനിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യാം? എവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാം? ഇലക്ട്രോഡുമോ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് സാധ്യതകൾ. പിന്നത്തെ ഒരു സാധ്യത എന്താണ്? ഒരു മാറ്റവും ഇല്ലാതിരിക്കാം. എന്താണ്? ഒരു മാറ്റവും ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കാം. കുഴപ്പമില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മള് കഴിഞ്ഞ ബാറ്ററിയുടെ കാര്യം സംസാരിച്ചപ്പോഴേ സിങ്കിൽ നിന്ന് ഇലക്ട്രോണുകൾ എങ്ങോട്ടൊക്കെയാണ് ട്രാവൽ ചെയ്തേ? കോപ്പറിലേക്കാണ് ട്രാവൽ ചെയ്തത്. സിങ്കിൽ നിന്ന് എങ്ങോട്ടാ ട്രാവൽ ചെയ്തേ? കോപ്പറിലേക്കാണ് ട്രാവൽ ചെയ്തത്. ശരിയല്ലേ? ഇത് എന്തുകൊണ്ട് സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് പോയി എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയുണ്ട് ഇല്ലേ? ഇനി അതിലേക്കാണ് നമ്മൾ വരുന്നത്.
എന്തുകൊണ്ട് തിരിച്ചായിക്കൂടാ? കോപ്പറിന്ന് എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല, സിങ്കിലേക്ക് വന്നില്ല? കോപ്പറിന്ന് എന്തുകൊണ്ട് സിങ്കിലേക്ക് വന്നില്ല എന്നുള്ളൊരു വിഷയം അവിടെ ഉണ്ട് ഇല്ലേ? ശരിയല്ലേ പറയുന്നത്? അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതാണ് ഇപ്പൊ ഹെഡിങ് എഴുതി വെച്ചാണ്, എന്താ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ മെഷർ ചെയ്യാം? ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ആനോഡും കാഥോഡും തിരിച്ചറിയാം, അതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ് എന്നുള്ളതാണ് എന്ത് ചെയ്യണേ നമ്മൾ പരിശോധിക്കും. കുഴപ്പമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കുഴപ്പമില്ല. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോ? മെയിൻലി രണ്ട് കാര്യങ്ങളാണ്. ഒന്നല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം? ഓക്സിഡേഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ റിഡക്ഷൻ. രണ്ടുപേരെ ഒരുമിച്ച് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്ക് ഒരുമിച്ച് ഓക്സിഡേഷൻ സംഭവിക്കാൻ പറ്റുമോ? ഇല്ല. രണ്ടുപേർക്ക് ഒരുമിച്ച് റിഡക്ഷൻ പറ്റുമോ? ഇല്ല. ഒരാൾ ഓക്സിഡേഷൻ, മറ്റേ റിഡക്ഷൻ വേണം. അപ്പൊ ആര് ഓക്സിഡേഷൻ നടക്കും, ആര് റിഡക്ഷൻ നടക്കും എന്നുള്ളതാണ്. കുഴപ്പമില്ലല്ലോ? അപ്പൊ ഒരു കാര്യം ചെയ്തേ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹെഡിങ് കൊടുക്കുക. തൊട്ട് താഴെ എഴുതിയിരിക്കുക, when an electrode M is immersed in a, when an electrode M is immersed in a, when an electrode M, when an electrode M, M എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഡ്, when electrode capital M is immersed in a, immerse ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വെക്കുകയാണ് അല്ലെ, immersed in a, immersed in a solution containing, in a solution, കുറച്ച് സ്പീഡിലേക്ക് ഇരിക്കോട്ടെ, solution containing, in a solution containing its own ions, its own ions, അതിന്റെ സ്വന്തം അയോൺസ് ഉള്ള ഒരു സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ മുക്കി വെക്കുകയാണ്. അപ്പൊ കോപ്പർ ഇലക്ട്രോഡ് ആണെങ്കിൽ Cu2+ ഉള്ള സൊല്യൂഷൻ, Zn ഇലക്ട്രോഡ് ആണെങ്കിൽ Zn2+ ഉള്ള സൊല്യൂഷൻ. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അർത്ഥം കൂടെ നോക്കട്ടെ. when an electrode M is immersed in a solution containing its own ions, അതിന്റെ സ്വന്തം അയോൺസ് ഉള്ള എന്താണ് സൊല്യൂഷനിൽ നമ്മൾ മുക്കി വെക്കുകയാണ്. ഓക്കെ, the following changes can take place, following changes can take place. താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കാം. 3 കേസുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അത് അവതരിപ്പിച്ചത്. ആദ്യത്തെ കേസ് എന്താണ്? മെറ്റൽ ആറ്റം നഷ്ടപ്പെടുത്തും അല്ലെ, മെറ്റൽ ആറ്റം ലോസസ് ഇലക്ട്രോൺ, മെറ്റൽ ആറ്റം ലോസസ് ഇലക്ട്രോൺസ്, ഇ മൈനസിനെ വിട്ടുകൊടുക്കും. എന്നിട്ട് എന്തായിട്ട് മാറും? M+ ആയിട്ട് മാറും അല്ലെ, Mn+ ആയിട്ട് മാറും. ലോസസ് ഇലക്ട്രോൺ become ആരാണ്? become Mn+ അയോൺസ്. ഇതാണ് ഒരു സാധ്യത. ശരിയല്ലേ? ഇത് ഓക്സിഡേഷനാ റിഡക്ഷനാ? ഇത് ഓക്സിഡേഷനാ റിഡക്ഷനാ? എല്ലാവരും ഒന്ന് പറയണ്ട, ഏതാ വരുന്നത്? ഓക്സിഡേഷനാ റിഡക്ഷനാ? ഓക്സിഡേഷന്റെ സാധ്യതയാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഈ വേറൊരു സാധ്യത കൂടി ഉണ്ട് അല്ലേ? വേറൊരു സാധ്യത എന്താ? രണ്ടാമത്തെ സാധ്യത സൊല്യൂഷനിലുള്ള Mn+ അല്ലേ? ആതിരയോ? അത് വന്നിട്ടില്ലല്ലോ. എന്താ മെറ്റൽ, നെക്സ്റ്റ് എന്താ? മെറ്റൽ അയോൺസ് അല്ലേ? മെറ്റൽ അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? Mn+ അല്ലേ? ശ്രദ്ധിക്കുക, ആ ചർച്ച പിന്നെ എടുക്കാം. ഇത് അവസാനിപ്പിച്ചോട്ടെ. മെറ്റൽ അയോൺസ് Mn+ അല്ലേ? ഗെയിൻ ഇലക്ട്രോൺസ്. ഈ ഭാഗം ഒന്ന് കഴിഞ്ഞോട്ടെ. നമ്മൾ ഓൾറെഡി ഇന്നിന് കുറച്ച് സമയം പോയി, പിള്ളേരൊക്കെ വന്നപ്പോ ഇന്ന് കുറച്ച് സമയം പോയി. നാളെ ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വേറെ സമയത്ത് വരാൻ പറയാം അല്ലെ? അല്ലാണ്ട് പറ്റില്ല. അരമണിക്കൂർ പോയി ബാക്കി എഴുതി കുറച്ച് ഭാഗങ്ങൾ കവർ ആവണം. മെറ്റൽ അയോൺസ് ഗെയിൻ ഇലക്ട്രോൺസ് അല്ലെ? മെറ്റൽ അയോൺസ് എന്ത് ചെയ്യാണ്? ഇലക്ട്രോൺസിന് എന്ത് ചെയ്തു? ഗെയിൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യാം? ബിക്കം ആരായിട്ട് മാറും? ബിക്കം ജസ്റ്റ് എന്ത്? ജസ്റ്റ് ആരാ? ജസ്റ്റ് M ആയിട്ട് മാറും അല്ലെ? ജസ്റ്റ് M ആയിട്ട് മാറും. അപ്പൊ മെറ്റൽ അയോൺസ് ഗെയിൻ ഇലക്ട്രോൺസ് ബിക്കം M. കുഴപ്പമില്ലല്ലോ? അപ്പൊ ഇനി മൂന്നാമത്തെ സാധ്യത വേണമെങ്കിൽ എഴുതിയിടാം. എന്താ മൂന്നാമത്തെ സാധ്യത? എന്താ? നോ ചേഞ്ച് ഒന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതും ഒരു സാധ്യതയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോ എന്താ ഉണ്ടാവുന്നേ? ഇതൊക്കെ സംഭവിക്കുമ്പോ ഈ ഇലക്ട്രോഡ് ഇരിക്കുന്ന സൊല്യൂഷനും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ഉണ്ടല്ലോ, അവിടെ എന്തുണ്ടാവും എന്ന് പറഞ്ഞു നമ്മള്? there is a charge separation. ഒരു ഭാഗത്ത് നെഗറ്റീവ് ചാർജ്, മറ്റേ ഭാഗത്ത് എന്താ? പോസിറ്റീവ് ചാർജ്. ഒരു ഭാഗത്ത് നെഗറ്റീവ് ചാർജ്, മറ്റേ ഭാഗത്ത് എന്താ? ആണോ? ശരിയല്ലേ? നമ്മൾ കണ്ടു, ഇവിടെ നേരത്തെ മാർക്ക് ചെയ്തു അല്ലെ? ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് വരുമ്പോ ഇവിടെ Mn+ കൂടും, മറ്റോടത്ത് നെഗറ്റീവ് വരുന്ന നമ്മൾ പറഞ്ഞു അല്ലെ? ഇലക്ട്രോൺ അവിടെ ഇട്ടിട്ടാണ് ഇവരടിലേക്ക് ഇറങ്ങി വരുന്നത്. ഈ ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടാകുമ്പോ ആ ചാർജ് സെപ്പറേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ എത്ര ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും? 2 ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. എന്തുകൊണ്ടാ? ഒരു കേസ് എന്തായിരുന്നു? ഒരു കേസ് എന്ത് പ്രോസസ്സാ? ഓക്സിഡേഷൻ, മറ്റൊന്ന് റിഡക്ഷൻ. കുഴപ്പമില്ലല്ലോ? ഒരു കേസ് ഓക്സിഡേഷൻ, മറ്റൊരു കേസ് എന്താ? റിഡക്ഷനുമാണ്. ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ എത്ര ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് സാധ്യതയുണ്ട്? 2 ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് സാധ്യതയുണ്ട്. എത്ര ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്?
രണ്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ എങ്ങനെ പേരിട്ട് വിളിക്കുക അവരെ നമുക്ക്? ഒന്ന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും മറ്റൊന്ന് എന്താ റിഡക്ഷൻ പൊട്ടൻഷ്യലും. എന്താ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ? ഇന്റർഫേസിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ വരുന്ന ചാർജ് സെപ്പറേഷൻ ആണ് എന്ത്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അല്ല റിഡക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ വരുന്ന പൊട്ടൻഷ്യൽ ആണ് എന്ത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. കുഴപ്പമില്ലല്ലോ. ഇനി ഒരു കാര്യം കൂടെ, എന്താണ് ഈ പൊട്ടൻഷ്യല്? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാനായിട്ട് വേണ്ട വർക്ക് ഡണ്ണിനെയാണ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ. അത് അത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഫിസിക്സിലാണ് പഠിക്കാൻ അടുത്ത പാഠത്തിൽ കാണുന്നത്. അതായത് ശ്രദ്ധിക്കുക, അതായത് ഇവിടെ മാഷ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചു, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വെച്ചു. ഇന്ന് നടുക്കിൽ ഒരു ഇലക്ട്രോൺ വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ വെറുതെ ഇരിക്കുവോ? ഇല്ല, അത് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും. എങ്ങടത് മൂവ് ചെയ്യുക? പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യും. ശരിയല്ലേ പറഞ്ഞത്? നെഗറ്റീവ് നിങ്ങളുടെ മൂവ് ചെയ്യുക. അപ്പൊ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിലാണ് ഇലക്ട്രോൺസ് ഒരു സ്ഥലത്ത് നിന്ന് എങ്ങോട്ട് പോകുള്ളൂ, വേറെ സ്ഥലത്തേക്ക് പോകുള്ളൂ. നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലേ, ബാറ്ററിക്ക് ഒരു എന്തുണ്ടാവും? ഒരു പോസിറ്റീവ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഉണ്ടാവും. അതിനുള്ളതാണ് എന്ത്? ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുക. ആണോ? അതെ. അപ്പൊ ആ ഒരു ചാർജ് സെപ്പറേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോഴാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക? ഫ്ലോ ചെയ്യുക. പൊട്ടൻഷ്യൽ എന്താന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എവിടെ പഠിക്കും? ഫിസിക്സ് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത് കഴിഞ്ഞെടുക്കാൻ മതി. അപ്പോ പൊട്ടൻഷ്യൽ കൂടും തോറും അപ്പൊ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന റേറ്റ് എന്താ? കൂടുകയോ കുറയോ? കൂടും. നല്ല ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ നല്ല പോലെ വലിയല്ലേ? മനസ്സിലാവുണ്ടോ പറയും? നല്ല ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ നല്ല പോലെ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും. അതൊന്ന് മനസ്സിലാക്കുക. അപ്പൊ 3 കേസുകളാണ് വരുന്നത്. അപ്പൊ നോട്ട് ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് എഴുതുക. The electrode acquire a net negative charge and electrode acquire net negative charge. Electrode acquire net negative charge with respect to the solution. ഏത് കേസിലാ? ഫസ്റ്റ് കേസിലാ, സെക്കൻഡ് കേസിലാ? ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജ് വന്നു. ഏത് കേസിലാ? ഓക്സിഡേഷനിലാ, റിഡക്ഷനിലാ? ഏതിലാ? നോക്കിയേ, ബോർഡ് ശ്രദ്ധിച്ചേ. ഇതല്ലേ ഇലക്ട്രോഡ്? ബോർഡ് ശ്രദ്ധിക്കണം. ഇതൊന്നും ക്ലിയർ ആക്കി പോട്ടെ വെച്ചിട്ടാ. ഇത്രയൊന്നും അധികം മറക്കേണ്ട കാര്യമില്ല. ഇത് അല്ലാണ്ട് തന്നെ എന്ത് ചെയ്യാം, പരീക്ഷയുടെ വ്യൂ പോയിന്റ് പറയാൻ അധികം ഒന്നും പറയണ്ട. വെറുതെ ഇലക്ട്രോഡ് കൊണ്ട് എഴുതിയാൽ മതി. ഒന്ന് ശ്രദ്ധിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്സിഡേഷൻ നടക്കുന്നല്ലേ പറഞ്ഞു. ഇവിടെ ആരായിരിക്കണേ? എം. ഓക്സിഡേഷൻ നടക്കുമ്പോ എം ആരെ വിട്ടുകൊടുക്കും? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുക. അപ്പൊ ഇലക്ട്രോൺ ഇവിടെ ഇരിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. ഇലക്ട്രോൺ ഇവിടെ ഇരിക്കുകയാണ്. എങ്ങടെ ഇറങ്ങി വരും? Mn+ ആയിട്ട് എങ്ങടെ ഇറങ്ങി വരും? താഴേക്ക് ഇറങ്ങി വരും. അപ്പൊ ഇലക്ട്രോഡുമേ നെഗറ്റീവ് ചാർജ് വരുന്നത് ഏത് കേസിലാ? ഓക്സിഡേഷനിലാ, റിഡക്ഷനിലാ? മക്കളെ, ഇപ്പൊ ഇലക്ട്രോഡുമേ എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജും സൊല്യൂഷനിൽ എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ്. The electrode acquire net negative charge with respect to the solution. ഏത് കേസാ? ഫസ്റ്റ് സെക്കൻഡാ? ഫസ്റ്റ് എന്ന് പറഞ്ഞ ഏത് കേസാ? സൊല്യൂഷൻ. ഇൻ കേസ് ഓഫ് ഓക്സിഡേഷൻ. ശരിയല്ലേ പറഞ്ഞത്? ഓക്സിഡേഷൻ നടക്കുമ്പോ ഇലക്ട്രോഡും എന്ത് വരും? എന്ത് ചാർജ് വരും? ഇത് ചാർജ് വരുന്ന ഇലക്ട്രോഡുമേ നെഗറ്റീവ് ചാർജ് വരും. എന്ത് ചാർജ് വരും? നെഗറ്റീവ് ചാർജ് വരും. ആൻഡ് തിരിച്ചെഴുതുക. എന്താ? ഇലക്ട്രോഡ് അക്വയർ എന്തായിരിക്കും? നെറ്റ് എന്ത് ചാർജാ? ഇലക്ട്രോഡ് എന്ത് ചാർജാ? പറയടാ. നെറ്റ് പോസിറ്റീവ് ചാർജ്. എന്താ? വിത്ത് റെസ്പെക്ട് ടു ആരാ? സൊല്യൂഷൻ. ഏത് കേസിലാ? ഇൻ കേസ് ഓഫ് പറഞ്ഞേ റിഡക്ഷൻ. ഇൻ കേസ് ഓഫ് ആരാ? റിഡക്ഷൻ. അപ്പൊ റിഡക്ഷന്റെ കേസിൽ എന്താണ്? ഇലക്ട്രോഡുമ പോസിറ്റീവ് ചാർജും. ഓക്സിഡേഷന്റെ കേസിൽ ഇലക്ട്രോഡുമ ഏത് ചാർജാണ്? നെറ്റ് നെഗറ്റീവ് ചാർജ് ആണ് അവിടെ ഉണ്ടാകുന്നത്. കുഴപ്പമില്ലല്ലോ. ഇതുവരെ ക്ലിയർ അല്ലേ? ആ ചാർജ് സെപ്പറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ആ ചാർജ് സെപ്പറേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ചാർജ് സെപ്പറേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. കൃത്യമായിട്ട് ഒരു വരി വിട്ടിട്ട് എഴുതുക. നാളേക്ക് പഠിക്കണം കേട്ടോ. ഓക്കെ, കൃത്യമായിട്ട് എഴുതുക. The charge separation between the charge separation between the electrode
and the solution, the charge separation between the electrode and the solution. Develop the charge separation between electrode and the solution develops a potential at the interface. ആ ഇന്റർഫേസിൽ അതൊരു പൊട്ടൻഷ്യലിന് കാരണമാവും. at the interface called എന്താ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇന്റർഫേസിൽ അല്ലെ ഇലക്ട്രോഡും സൊല്യൂഷനും തമ്മിൽ വരുന്ന കോണ്ടാക്ട് വരുന്ന ഇന്റർഫേസിൽ വരുന്ന ചാർജ് സെപ്പറേഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ എത്ര ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറയാം നമുക്ക്? 2 ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറയാം അല്ലെ? എത്ര ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറയാം? 2 ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറയാം. ഏതൊക്കെയാ? ഒന്ന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും മറ്റൊന്ന് റിഡക്ഷൻ പൊട്ടൻഷ്യലും. ഇപ്പോൾ ശ്രദ്ധിച്ചേ, അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ 2 ഉദാഹരണങ്ങൾ മാഷ് പറയാം. ഇത് ഒരു മെറ്റൽ 1. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിത് വെള്ളം എടുത്തു, അതിന്റെ സൊല്യൂഷൻ എടുത്തു, മെറ്റലിനെ വെച്ചു. ഓക്കെ, അടുത്ത മെറ്റൽ 2 കൊടുക്കുന്നു, പാത്രം എടുക്കുന്നു, ഇലക്ട്രോഡ് വയ്ക്കുന്നു. ഓക്കെ, മെറ്റൽ 2 എതിർപ്പില്ലല്ലോ. ഇത് കുറച്ച് നേരമായിട്ട് നമ്മൾ നോക്കി. അപ്പൊ ഇതിൽ സംഭവിക്കാൻ 2 കേസിൽ സംഭവിക്കാൻ പോണ എന്താ? ഓക്സിഡേഷൻ ആണ് കേട്ടോ. 2 കേസിൽ സംഭവിക്കാൻ പോണ എന്താ? ഓക്സിഡേഷൻ. അപ്പൊ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കോ അത് സ്വീകരിക്കോ? ഇലക്ട്രോണുകളെ ആര് വിട്ടുകൊടുക്കും? ഇലക്ട്രോഡ് വിട്ടുകൊടുക്കും. ആര് വിട്ടുകൊടുക്കും? ഇലക്ട്രോഡ്സ് വിട്ടുകൊടുക്കും. എതിർപ്പില്ലല്ലോ, ഇലക്ട്രോഡ്സ് ആണ് വിട്ടുകൊടുക്കുക കേട്ടോ. 2 കേസിലും ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത് കേട്ടോ. 2 കേസിലും എന്താ? ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. 10 മിനിറ്റ് സമയം കൊടുത്തു. വെറുതെ ഒരു ഐഡിയക്ക് പറയുന്ന കേട്ടോ. 10 മിനിറ്റ് സമയം കൊടുത്തപ്പോ നമ്മൾ കണ്ട കാര്യം, ഇലക്ട്രോഡും എന്ത് ചാർജ് വരിക? നെഗറ്റീവാ പോസിറ്റീവാ? ഇലക്ട്രോഡും എന്ത് ചാർജ് വരിക? നെഗറ്റീവ് ആണ്. അത് ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ശ്രദ്ധിക്കട്ടാ, സംസാരിക്കില്ലേ? അപ്പൊ ഇതാ ഇവിടെ 5 നെഗറ്റീവ് വന്നു. അപ്പൊ അടിയിൽ എത്ര പോസിറ്റീവ് വന്നിട്ടുണ്ടാവും? എത്ര പോസിറ്റീവ് വന്നിട്ടുണ്ടാവും? 5 പോസിറ്റീവ് വന്നിട്ടുണ്ടാവും. കുഴപ്പമില്ലല്ലോ. 2 ഒരേ സമയമാണ് കൊടുത്തത് കേട്ടോ. 2 വേറെ വേറെ സൊല്യൂഷൻസ് ആണ്, വേറെ വേറെ മെറ്റൽസ് ആണ്. 2 ഒരേ സമയമാണ് കൊടുത്തത്. ഇവിടെ വന്ന് നോക്കിയപ്പോ 10 നെഗറ്റീവും 10 പോസിറ്റീവും. 2നും കൊടുത്ത സമയം എന്താ? സെയിം ആണ്. ഒരു സ്ഥലത്ത് എത്രയും വന്നിട്ടുള്ളൂ? 5 മറ്റോടത്ത് എത്രയാ? അപ്പൊ കൂടുതൽ ചാർജ് സെപ്പറേഷൻ എവിടെയാ വന്നത്? 2-ലോ 1-ലാ? പറയേ 2-ല് അല്ലേ? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത് എവിടെയാ? കളിച്ചിരിക്കല്ലേ, ഇതൊക്കെ താഴെ പോത്ര നേരെ വീണ്ടോട്ടാ ഉള്ള കാര്യം പറയാം. അപ്പൊ എത്രയാ? 2-ലെന്താ? 10 നെഗറ്റീവും 10 പോസിറ്റീവും ആണ്. മറ്റോടത്ത് എത്രയാ? 5 നെഗറ്റീവും 5 പോസിറ്റീവും. കുഴപ്പമില്ലല്ലോ. ശ്രദ്ധിക്കുക, ഇത്ര ചോദ്യമുള്ളൂ. നന്നായിട്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവം കാണിക്കുന്ന ആരാ? ഇതിൽ 2-ലും എവിടെയാണ്? 2-നും കൊടുത്ത സമയം ഒന്നാണ്. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സ് കൂടുതൽ നടക്കുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യുന്നത് ഏത് മെറ്റലിലാ? 2-ലോ 1-ലാ? 2-ാമത്തേലാണ്. ശരിയല്ലേ? കാരണം ആ സമയം കൊണ്ട് എത്ര എണ്ണം വിട്ടുകൊടുത്തു? അവിടെ 10 എണ്ണം വിട്ടുകൊടുത്തു. ശരിയല്ലേ? എത്ര എണ്ണം വിട്ടുകൊടുത്തു? 10. അപ്പുറത്തോ 5 എണ്ണം വിട്ടുകൊടുത്തു. എവിടെയായിരിക്കും പൊട്ടൻഷ്യൽ കൂടുതൽ? ചാർജ് സെപ്പറേഷൻ കൂടുതൽ എവിടെയാ? 2-ലോ 1-ലാ? ചാർജ് സെപ്പറേഷൻ കൂടുതൽ എവിടെയാ? 2-ലല്ലേ കൂടുതൽ ചാർജ് സെപ്പറേഷൻ ഉണ്ടായിരിക്കണേ? ആണോ? അപ്പൊ ശ്രദ്ധിക്കുക, 2-ാമത്തെ കേസിൽ എന്ത് കൂടുതലാ? ചാർജ് എന്ന് പറയടാ. ചാർജ് സെപ്പറേഷൻ എന്താ? ഈ ചാർജ് സെപ്പറേഷനെ വിളിച്ച പേരാണ് എന്ത്? പറയേ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ചാർജ് സെപ്പറേഷൻ വിളിച്ച പേരാണ് എന്ത്? അറിഞ്ഞിട്ടുണ്ടാ? കുഴപ്പമില്ല. ചാർജ് സെപ്പറേഷൻ വിളിച്ച പേരെന്താ? പഠിച്ചിട്ട് വരണ്ടാ. ആകെ 4 വരിയിൽ നിങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞ മനസ്സിലായ? പിന്നെ മുഖം വിഷമിച്ചിട്ട് കാര്യമില്ല. പഠിച്ചിട്ട് വരണ്ട മക്കളെ. അടുത്ത ക്ലാസ്സിൽ തല്ലൂട്ട പഠിച്ചിട്ട്, അല്ലാണ്ട് രക്ഷയില്ല. മനസ്സിലായ? അല്ലെങ്കിൽ നിങ്ങൾ ആകെ കൊള്ളാക്കും. ഇനി കരയണ്ട. ഐശോ കരച്ചിലൊക്കെ ആയ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. മാഷക്ക് ഒന്നും തോന്നാറൊന്നുമില്ല. മനസ്സിലായ? അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവരും പഠിച്ചിട്ട് വരിക. വെറുതെ സീനാക്കാൻ നിൽക്കണ്ട. മനസ്സിലായി? ആകെ 4 വരിയല്ലേ പഠിക്കാൻ പറയണേ. എന്തൊക്കെ പഠിക്കാൻ പറഞ്ഞു ഇന്നലേക്ക്? ആരോട് പറഞ്ഞു? അനന്തപതിരെ നോക്ക്, ഇയാൾ എന്ത് ദുഷ്ടനാണോ. എന്നാ ശരിക്കേ എല്ലാവരും തൽക്കാലം ഇനി കരഞ്ഞിട്ട് മാഷ് ഇരുത്തിയില്ല എന്ന് വേണ്ട. നാളോട്ട് ഇരുത്തില്ല ചേട്ടാ, വന്നിരിക്കടാ തൽക്കാലം. സ്ഥലം അവിടെ ഇരുന്നോ? അവിടെ ഗ്യാപ്പ് വന്നു വെച്ചാൽ അവിടെ ഇരുന്നോട്ടാ. കയറി ഇരുന്ന ഗ്യാപ്പില് ഇല്ല, കയറി ഇരുന്നിട്ടില്ല. ഇരിക്കേ. ഇത് പിന്നെ പ്രശ്നേ, പിന്നെ തലിന്റെ മുഖത്ത് ചവിട്ടൊക്കെ വരും, പിന്നെ കരയില്ല. ഏതാ? പുതിയ ആൾക്കാരല്ലേ? ഇത് പുതിയ ആൾക്കാരായ കാരണം. അയ്യോ, നിങ്ങളെ കഴിച്ചത് എത്തില്ല. നീ കരഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യില്ല.
സംബന്ധിച്ച് പുതിയ അത് നിങ്ങളോട് കാണിച്ചിട്ട് ഞാൻ മര്യാദ അത് ഓർമ്മില്ല. ഇല്ലില്ല, അത് സമ്മതിക്കില്ല. മൂന്നാമത്തെ ദിവസം കിട്ടിയിട്ടുണ്ടോ? രണ്ടാമത്തെ ദിവസം കിട്ടിയിട്ടുണ്ടോ? ഒരു സമയം കൊടുക്കണം അമ്മമാർക്ക്. ശ്രദ്ധിക്കുക. അതായത് ചോദിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന നമ്മൾ പറഞ്ഞിട്ടില്ല. ഫൗസിനോട് പക്ഷെ മാഷ് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേറെ കാര്യം. എന്തുകൊണ്ടേ അപ്പൊ ഇപ്പൊ ആരൊക്കെ ഈ അഭിഷേക് പഠിക്കുന്നുണ്ടാ? ഇവന്റെ പേരെന്തായിരുന്നു? അവനെ പഠിച്ചിട്ടുണ്ടോളോ? കൃത്യമായിട്ട് പഠിച്ചോളൂ. ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ഉത്തരം പറയാൻ പറ്റണം. അതുപോലെ പുറകിലാരാ? മോന്റെ പേരെന്താ? ആൽഫ്രഡ് പഠിക്കണട്ടാ. എന്നാല് പിന്നെ പണി കേട്ടിട്ടല്ലേ ഇരിക്കണേ. ഇനി നമ്മളിങ്ങനെ ശരിയാവില്ല, അതുകൊണ്ടാണ് കേട്ടാ. ആരാ അന്നേരുന്ന് കരയുണ്ടായിരുന്നേ? അന്ന കരഞ്ഞ അന്ന്? മാഷക്ക് ഇത്ര ഓർമ്മയില്ലല്ലോ. ഫസ്റ്റ് ദിവസം, മൂന്നാമത്തെ ദിവസം കിട്ടി, രണ്ടാമത്തെ ദിവസം കിട്ടി. ചോദിച്ചു ക്ഷമിക്ക്. തിരിച്ചു വരിക, വിഷയത്തിലേക്ക് വരിക. ഈ ചാർജ് സെപ്പറേഷൻ വിളിച്ച പേരെന്താ? ശ്രദ്ധിക്കുക. ഈ ചാർജ് സെപ്പറേഷൻ വിളിച്ച പേരെന്താ? ബഹളം കുറയ്ക്ക്. ഇനി ഞാൻ പഠിച്ച് തല്ലൂട്ടാ, സംസാരിക്കാതിരിക്കുക. ചാർജ് സെപ്പറേഷൻ വിളിച്ച പേരെന്താ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരിക. അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇവിടെ ശ്രദ്ധിക്കുക. സൽമയോട് ശ്രദ്ധിച്ചേ. അപ്പൊ ചാർജ് സെപ്പറേഷൻ വിളിച്ച പേരെന്താ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പൊ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇപ്പൊ എന്താ? കൂടുതലാ കുറവാ? രണ്ടിന് കൂടുതലാണ് അല്ലെ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താ? കൂടുതലാ. എന്ത് പ്രോസസ്സാണ് നടന്നത്? ഓക്സിഡേഷൻ. അപ്പൊ എന്ത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം നമുക്ക് അതിനെ? ഓക്സിഡേഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ്? ഓക്സിഡേഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ജനറലി എന്തെന്ന് വിളിക്കാം? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. ജനറലി എന്തെന്ന് വിളിക്കാം? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. കുഴപ്പമില്ലല്ലോ. ശ്രദ്ധിക്കുക, ഒറ്റ ചോദ്യമുള്ളൂ, ശ്രദ്ധിക്കുക. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ശരിയല്ലേ? എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ ആർക്കാണോ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ, അവന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ഇതന്നെ തിരിച്ചു പറയാം. നമുക്ക് തിരിച്ചു പറയുമ്പോ റിഡക്ഷൻ ആണ് നടന്നത് കരുതുക. എന്താണ്? റിഡക്ഷൻ ആണ് നടന്നത് കരുതുക. ശ്രദ്ധിക്കുക, റിഡക്ഷൻ നടക്കുമ്പോ എന്തുണ്ടാവുക? ഇലക്ട്രോഡിന് എന്ത് ചാർജ് വരും? ഇലക്ട്രോഡിന് പോസിറ്റീവ് ചാർജും സൊല്യൂഷനിൽ എന്ത് ചാർജ് വരും? സൊല്യൂഷനിൽ നെഗറ്റീവ് ചാർജ് വരും. ശരിയാണോ? ഇവിടെ പ്ലസ് ആക്കി, ഇപ്പോഴത്തെ എന്താക്കി? മൈനസ് ആക്കി. എതിർപ്പില്ലല്ലോ. നേരെ ഓപ്പോസിറ്റ് കേസ്. ഇപ്പോഴും അവിടെ എന്തുണ്ട്? ചാർജ് സെപ്പറേഷൻ ഉണ്ടോ? ഉണ്ട്. പക്ഷെ നേരത്തെയുള്ള ചാർജ് സെപ്പറേഷൻ ആണോ? അല്ല. നേരത്തെയുള്ളതിന്റെ നേരെ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. നേരത്തെയുള്ളതിന്റെ നേരെ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. കറക്റ്റ് അല്ലേ പറഞ്ഞത്? ശ്രദ്ധിക്കുക. 1, 2. എവിടെയാണ് ചാർജ് സെപ്പറേഷൻ കൂടുതൽ? എവിടെ ചാർജ് സെപ്പറേഷൻ കൂടുതൽ? ഇപ്പോ അവിടെ 5, ഇവിടെ 10. എവിടെ ചാർജ് സെപ്പറേഷൻ കൂടുതൽ? ഇപ്പോഴും എവിടെ തന്നെയാണ്? 2 തന്നെയാണ്. പക്ഷെ പ്രോസസ് എന്തായി? പ്രോസസ് മാറിയിട്ട്, ചിഹ്നവും മാറിയിട്ട് അല്ലെ? ചിഹ്നം മാറിയിട്ട് ഇപ്പൊ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുക ചെയ്തേ. അപ്പൊ ചാർജ് സെപ്പറേഷൻ എവിടെ തന്നെയാ കൂടുതൽ? ചാർജ് സെപ്പറേഷൻ എവിടെ തന്നെയാ കൂടുതൽ? നമ്പർ പറ. 2 തന്നെയല്ലേ? ചാർജ് സെപ്പറേഷൻ മറ്റൊരു പേരെന്താ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. പക്ഷെ പ്രോസസ് എന്താ? റിഡക്ഷൻ. പ്രോസസ് എന്താ? അപ്പൊ എന്ത് പൊട്ടൻഷ്യൽ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. എന്താണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ഇലക്ട്രോണിനെ എന്ത് ചെയ്യാനുള്ള കഴിവാണ്? സ്വീകരിക്കാനുള്ള കഴിവാണ്. അതുകൊണ്ടാണല്ലോ ആ ചാർജ് മാറി വന്നത്. അപ്പോ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്തിന്റെ മെഷറാ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയുടെ മെഷറാണ്. ശരിയല്ലേ? ആണോ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തിന്റെ മെഷറാ? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ഇലക്ട്രോണിന്റെ ടെൻഡൻസിയുടെ മെഷറായിട്ട് നമുക്ക് എടുക്കാം. കറക്റ്റ് ആണോ പറഞ്ഞത്? അതാണല്ലോ ഇതിന് കാണുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ കൂടുതലാണ്. ഇവിടെയല്ലേ കൂടുതൽ ഇലക്ട്രോൺസിന്റെ വ്യത്യാസം വന്നത്? ശരിയല്ലേ പറയുന്നത്? കൂടുതൽ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത് ഇവിടെയാണ് അല്ലെ? അപ്പോ റിഡക്ഷൻ പൊട്ടൻഷ്യലും അതുപോലെ എന്താ? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും. ഇതിന് രണ്ടിനെയും കൂടെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. മാഷ് ഇതിന് ശ്രദ്ധിക്കാൻ നോട്ടിലേക്ക് എഴുതാൻ വരട്ടെ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നമുക്ക് ഒറ്റ വരിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സംസാരിച്ചേട്ടോ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ദ എന്താണ്? മെഷർ ഓഫ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ദ മെഷർ ഓഫ് ടെൻഡൻസി ഓഫ് ഇലക്ട്രോഡ്. അത് ഓക്സിഡേഷനും ആവാം, അല്ലെങ്കിൽ എന്താവാം? റിഡക്ഷൻ ആവാം. ടെൻഡൻസി ഓഫ് ഇലക്ട്രോഡ് ടു ലൂസ് ഓർ ഗെയിൻ
ഇലക്ട്രോൺസ്. കുഴപ്പമില്ലല്ലോ. അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ എന്താണ്, ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാനോ ഉള്ള എന്താണ് ഒരു അതിന്റെ കഴിവിന്റെ എന്തായിട്ട് എടുക്കാം, ഒരു മെഷർ ആയിട്ട് എടുക്കാം. കുഴപ്പമില്ലല്ലോ. എന്നിട്ട് ആ നോട്ടിൽ ഇങ്ങനെ ആഡ് ചെയ്യാം നമുക്ക്. ലോസിന്റെ അവിടെ ഏത് പൊട്ടൻഷ്യലാ? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ലോസിന്റെ അവിടെ എന്ത് പൊട്ടൻഷ്യലാ? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഗെയിന്റെ അവിടെ എന്ത് പൊട്ടൻഷ്യലാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, എന്ത് പൊട്ടൻഷ്യലാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഒരൊറ്റ ചോദ്യം, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാ, അപ്പൊ അവന് എന്ത് കൂടുതലാ? എന്തിനെ ഗെയിൻ ചെയ്യാനുള്ള കഴിവ്? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനുള്ള കഴിവ് എന്താ? കൂടുതലാ. ഒന്നുകൂടെ ചോദിക്കാം, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാ, അപ്പൊ അവന്റെ എന്ത് കൂടുതലായിരിക്കും? ആരെ? കുഴപ്പമില്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. സിങ്ക് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പുറത്ത് കോപ്പർ ഇരിക്കുന്നു. സിങ്ക് ഇരിക്കുന്നു, കോപ്പർ ഇരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും. നമ്മള് സിങ്ക് ഇരിക്കുന്നു, കോപ്പർ ഇരിക്കുന്നു പറഞ്ഞതിൽ ആർക്കാ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? നമ്മൾ പഠിച്ച സാധനം വെച്ചിട്ടൊന്ന് പറഞ്ഞേ, ആർക്കാ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? ആർക്കായിരിക്കും? കോപ്പറിനായിരിക്കും. കാരണം എന്താ? സിങ്കും കോപ്പറും തമ്മിൽ ഒരു കോണ്ടാക്ട് വന്നപ്പോ സിങ്കിന്റെ കയ്യിൽ നിന്ന് 2 ഇലക്ട്രോൺസ് ആര് വലിക്കുക ചെയ്തേ? കോപ്പർ വലിക്കുക ചെയ്തേ. മനസ്സിലായ പറഞ്ഞത്? എന്ത് പൊട്ടൻഷ്യലാ കൂടുതൽ കോപ്പറിന്? ആർക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലുണ്ട്? സിങ്കിന്. കാരണം അവനാണ് എന്ത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള എബിലിറ്റി എന്ത് കൂടുതൽ. പിടികിട്ടിയോ? അപ്പൊ ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരാണ് ആനോടാവുക, ആരാണ് കാഥോഡ്? അപ്പൊ നിങ്ങൾ പറഞ്ഞോ, ആരാ ആനോട്, ആരാ കാഥോഡ്? ആരാ കാഥോടാവുക? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആളാ കുറവുള്ള ആളാ? കൂടുതലുള്ള ആളാ. പ്രശ്നമില്ലല്ലോ. അതിലേക്കൊക്കെ നമുക്ക് അതിലേക്കൊക്കെ വരുന്നുണ്ട്. അത് ഈ വരി ഒന്ന് എഴുതി വയ്ക്കുക. ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. ഒരൊറ്റ വരി എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഈ വരി ഒന്ന് എഴുതി വയ്ക്കുക. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ is the measure of tendency of electrode to lose or gain electrons. നാളെ വരുമ്പോ ഞാൻ ചോദിക്കൂട്ടെ അതൊക്കെ. ഞാൻ ലിസ്റ്റ് ആക്കി തരാൻ പോകാറാകുമ്പോഴേക്കും എല്ലാ ദിവസവും ചോദിക്കൂട്ടെ. പഠിച്ചു വരണിട്ട്, അല്ലാണ്ട് വേറെ മാർഗമില്ല. ആകെ ഒരു വരി 2 വരിയൊക്കെയാണ് നിങ്ങളുടെ പഠിക്കാൻ പറയണത്. മനസ്സിലായോ? പിന്നെ അത് പഠിക്കാണ്ട് വന്നിട്ട് പിന്നെ എക്സ്ക്യൂസുകൾ പറയുന്നത്. ഇനി എക്സ്ക്യൂസുകൾ പറയണമെങ്കിൽ എന്ത് ചെയ്യാം? പറയുന്നത് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാൻ ഒരു മെസ്സേജിൽ എല്ലാം വിട്ടോളൂ. മാത്സ് എഴുതി പഠിച്ചില്ല എന്ന് പറഞ്ഞോളൂ. കെമിസ്ട്രി ആണെന്ന് എനിക്ക് കിട്ടൂ കണ്ട. എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ വീട്ടിൽ നിന്നൊന്നും പറയാം, മാഷ ഇന്ന കാരണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ പാരന്റിന്റെ അടുത്ത് വോയിസ് ഇടാൻ പറയാം. മാഷ് വിട്ടു പിന്നെ ഭാഗം തിരിഞ്ഞു നോക്കില്ല. മനസ്സിലായ? അല്ലെങ്കിൽ പിന്നെ അറിയില്ല. അപ്പൊ പുതിയത് വന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട. അതുപോലെ മുടങ്ങി കഴിഞ്ഞ വോയിസ് അയക്കണം കേട്ടോ. മുടങ്ങി കഴിഞ്ഞ വീട്ടിൽ നിന്ന് എല്ലാവരും വോയിസ് അയക്കണം കേട്ടോ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ is the measure of tendency of electrode to lose or gain electrons. Okay, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആലോചിക്കേ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷെ സൈൻ നേരെ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അത് ഞാൻ എഴുതുന്നില്ല. ഇനിയിപ്പോ ഇതിലൊരു പ്രശ്നമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോ എത്ര പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയേണ്ടി വരും? എത്ര പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയേണ്ടി വരും? എത്ര പൊട്ടൻഷ്യൽ പറയണം? 2 പൊട്ടൻഷ്യൽ പറയണം അല്ലെ? എത്ര പൊട്ടൻഷ്യൽ പറയണം? 2 പൊട്ടൻഷ്യൽ പറയണം. വേണ്ടേ? റിഡക്ഷൻ പൊട്ടൻഷ്യലും പറയണം, ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും പറയേണ്ടി വരും. വേണ്ടി വരില്ലേ? അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? എപ്പോഴും ഇത് പറയാം. കാരണം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്താ? ഒരെണ്ണത്തിന്റെ സൈൻ മാറ്റി മാറ്റി പറയണമെന്ന്. അപ്പൊ നമ്മൾ എന്താ തീരുമാനം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പൊട്ടൻഷ്യലിനെ മറന്നേരി? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന് എന്ത് ചെയ്തേരി? മറന്നേരി. നീ ഈ പാഠത്തിൽ ആരില്ല? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഇല്ല. നമ്മൾ ഇനി ഏത് മാത്രം എടുക്കണുള്ളൂ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാത്രം എടുക്കണുള്ളൂ. ആരെ മാത്രം എടുക്കണുള്ളൂ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ എന്താ? അക്കോർഡിംഗ് ടു IUPAC. അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചോ. അക്കോർഡിംഗ് ടു IUPAC പ്രകാരം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്താണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ alone is called electrode potential. Okay, അപ്പൊ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ തള്ളി. ഇനി ആര് മാത്രമേ ഉള്ളൂ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ഏത് പൊട്ടൻഷ്യലാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഇനി എന്ത് വാക്കാ നമ്മൾ ഉപയോഗിക്കുള്ളൂ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നുള്ള വാക്ക മാഷിനി പറയുള്ളൂ. അത് എന്ത് പൊട്ടൻഷ്യലാ? അത് എന്തിനുള്ള കഴിവാ? ആരുടെ ഗെയിൻ ചെയ്യാനുള്ള കഴിവ്? ഇലക്ട്രോൺസിനെ പിടിച്ചു വാങ്ങാനുള്ള ശേഷിയാണ്. കുഴപ്പമില്ലല്ലോ. ഐഡിയ മനസ്സിലായ? അപ്പൊ ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നേ പറയുള്ളൂ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്ത് പൊട്ടൻഷ്യലാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഗെയിൻ എന്താണ്? ഇലക്ട്രോൺസ്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന്റെ റെപ്രസെന്റേഷൻ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. ഇ ഫോർ എന്താ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇങ്ങനെയാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. MN+/M.
എന്താ Mn പ്ലസ് സ്ലാഷ് എം? Mn പ്ലസ് എന്തായിട്ട് മാറി? എം ആയിട്ട് മാറി. അതായത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? ഗെയിൻ ചെയ്തു. കുഴപ്പമില്ലല്ലോ. ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തു? ഗെയിൻ ചെയ്തു എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ബുദ്ധിമുട്ടുണ്ടോ? ഈസി അല്ല. ഇതാണ് അപ്പൊ എന്തിന്റെ പ്രസന്റേഷൻ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ റെപ്രസെന്റേഷൻ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് എന്നുള്ളത്. കുഴപ്പമില്ലല്ലോ. ശ്രദ്ധിക്കുക, അടുത്ത ഹെഡിങ് കൊടുക്കുക. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. The electrode potential under standard conditions. The electrode potential at standard conditions. The electrode potential at standard conditions. ബ്രാക്കറ്റിൽ 298 കെൽവിൻ, 1 atm പ്രഷർ, 1 atm പ്രഷർ, പിന്നെ 1 capital M concentration. 1 capital M concentration. 1 capital M concentration is called standard electrode potential. Is called standard electrode potential. Standard electrode potential. ഒന്നുകൂടെ പറയാൻ വേണമെങ്കിൽ the electrode potential under എന്താണ്? Standard conditions. അതായത് ടെമ്പറേച്ചർ എത്രയാ? ടെമ്പറേച്ചർ 298, പ്രഷർ 1 atm, കോൺസെൻട്രേഷൻ 1 മോളാർ. എന്ത് ഈ കോൺസെൻട്രേഷൻ? നമ്മള് പാത്രത്തിന്റെ ഉള്ളിൽ എന്തിനു എടുക്കുന്നുണ്ട്? പറയടാ, പാത്രത്തിന്റെ ഉള്ളിൽ എന്തെടുക്കുന്നുണ്ട്? സൊല്യൂഷൻ എടുക്കണില്ലേ? മെറ്റാലിക് അയോൺ ഉള്ള സൊല്യൂഷൻ എടുക്കുന്നുണ്ട് അല്ലെ? ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എത്ര എം ആവണം? 1 ക്യാപിറ്റൽ എം ആവണം. എത്രയാവണം? 1 ക്യാപിറ്റൽ എം ആവണം. എതിർപ്പുണ്ടാ? ഇല്ലല്ലോ. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻസിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയാണ് എന്ന് പറയുന്നത് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ്. ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതിന്റെ റെപ്രസെന്റേഷൻ ഈ ഇട്ടിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഹിഗ്സ് എനർജി ഒക്കെ എഴുതുമ്പോൾ മുകളിൽ എന്തിടാറുണ്ട്? ഒരു സീറോ അല്ലെങ്കിൽ തീറ്റ പോലെ ഇടാറുണ്ട് അല്ലെ? സീറോ പോലെ ഇടാം. സീറോയുടെ അല്ലെങ്കിൽ തീറ്റ പോലെ ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ റെപ്രസെന്റേഷൻ ഈ സീറോ. അപ്പൊ ഈ സീറോ എന്ന് പറഞ്ഞാൽ എന്ത് പൊട്ടൻഷ്യൽ ആണ്? സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആണ്. സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ആണ്. പ്രശ്നമില്ലല്ലോ. ഈ സീറോ എന്താണ്? സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആണ്. ഓക്കെ. ഈ സീറോ Mn പ്ലസ് സ്ലാഷ് എം, ഒരു സീറോ കയറി എടുക്കണം അല്ലെ? സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലുള്ള പൊട്ടൻഷ്യലിനാണ്. അപ്പൊ കോൺസെൻട്രേഷൻ മാറും ചിലപ്പോ അല്ലെ? ഗോൾഡ് ശ്രദ്ധിച്ചേ, ഈ 1 mന് പകരം 2 m ആണെന്ന് കരുതുക. അപ്പൊ എന്ത് മാറും? ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ, ടെമ്പറേച്ചർ മാറും. അപ്പൊ എന്താ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ മാറും, ചേഞ്ച് ചെയ്യും. ഓക്കെ. പ്രഷർ മാറും. അപ്പൊ എന്താ? മേ ബി ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ മാറിയേക്കാം. കോൺസെൻട്രേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, നമ്മള് എന്ത് ചെയ്യാണ്? കോപ്പറിന്റെയും അതുപോലെ സിങ്കിന്റെയും ഒരു സെല്ല് എടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ് അല്ലെ? ബോർഡ് ശ്രദ്ധിക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വെക്കുന്നത് ഏത് ഇലക്ട്രോഡാ? ആനോടാ കാഥോടാ? ആനോട് ആരായിരുന്നു? ആനോട് ആരായിരുന്നു? സിങ്ക്. റൈറ്റ് സൈഡിൽ വെക്കുക ആരാ? കാഥോട് ആരായിരുന്നു? കോപ്പർ. വെരി ഗുഡ്. ഇവിടെ ശ്രദ്ധിക്കേ, സംസാരിക്കില്ല. ആരും സംസാരിക്കുക, ആരും ഉടനെ സംസാരിക്കുന്നുണ്ട് കേട്ടാ. കിട്ടി ഞാൻ എടുത്തിട്ട് പഠിക്കൂട്ടാ, അല്ലെങ്കിൽ അപ്പൊ ഞാൻ വിടൂട്ടാ. ഉടനെ ആള് സംസാരിക്കുന്നുണ്ടല്ലോ. അവിടെ ഇരിക്കുമ്പോ ആരാ സംസാരിക്കല്ലേ? ഇത് സംസാരിക്കുന്ന സമയം വേണം. കുറച്ചു നേരം സമയം 1/2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചില്ലേ? നാളെ തരാൻ വേണ്ടി കുറച്ചു നേരം സബ്ജക്ട് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്നത്. ഇവിടെ എന്ത് വെക്കുക മക്കളെ? ഇന്നലെ ഇവിടെ എന്താ വെച്ചേ? ഇന്നിവിടെ എന്ത് വെക്കുക? വോൾട്ട്മീറ്റർ വെക്കുക. എന്ത് ഈ വോൾട്ട്മീറ്റർ മെഷർ ചെയ്യുക? 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എതിർപ്പില്ലല്ലോ. ഞാൻ സിങ്കും കോപ്പറും ആണ് വെച്ചത്. എന്താ വെച്ചേടെ? സിങ്കും കോപ്പർ. ഞാൻ വോൾട്ട്മീറ്റർ മെഷർ. വോൾട്ട്മീറ്ററിൽ മെഷർമെന്റ് എടുത്തപ്പോ എത്രയാ വന്നേ? 1.1 വോൾട്ട് ആണ്. എത്രയാ വന്നേ? 1.1 വോൾട്ട് ആണ് വോൾട്ട്മീറ്ററിൽ മെഷർമെന്റ് എടുത്തപ്പോ വന്നത്. എതിർപ്പില്ലല്ലോ. ഇത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സിങ്കിന്റെ ആണോ? സിങ്കിന്റെ ആണോ? അല്ല. കോപ്പറിന്റെ ആണോ? അല്ല. പിന്നെ എന്തിന്റെയാ? സിങ്കിന്റെയും കോപ്പറിന്റെയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൽ പൊട്ടൻഷ്യൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൽ പൊട്ടൻഷ്യൽ. എങ്ങനെ മാർക്ക് ചെയ്യാം? ഈ സെൽ എന്ന് വിളിക്കുക. അതിനെ എന്താ വിളിക്കണേ? ഈ സെൽ. ഇപ്പൊ നമ്മൾ സാധാരണ പറയില്ലേ, ബാറ്ററിയുടെ വോൾട്ട് എത്രയാണ്? 1.5 വോൾട്ടിന്റെ ബാറ്ററി എന്നൊക്കെ പറയില്ലേ? അപ്പൊ 1.5 വോൾട്ട് പൊട്ടൻഷ്യൽ ആണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആ ബാറ്ററിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. കുഴപ്പമില്ലല്ലോ. ഈ 1.1 എന്ന് പറയുന്ന സിങ്കിന്റെ ആണോ? അല്ല. കോപ്പറിന്റെ ആണോ? അല്ല. രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ്. കുഴപ്പമില്ലല്ലോ. ശ്രദ്ധിക്കേ, സിങ്ക് ഇതിലാരാ? ആനോടാ കാഥോടാ? കോപ്പർ ആരാ? ആർക്കായിരിക്കും പൊട്ടൻഷ്യൽ കൂടുതൽ?
കോപ്പറിനായിരിക്കും സിങ്കിനായിരിക്കും. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ളൂ. ഇനി ഏത് പൊട്ടൻഷ്യലാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ ആർക്കാണ് ഇതിൽ പൊട്ടൻഷ്യൽ കൂടുതൽ? കോപ്പറിന്. കോപ്പർ എന്താ? കാഥോഡ് ആനോടാ? കാഥോഡ്. എന്തുകൊണ്ടാ കോപ്പർ കാഥോഡ്? ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തുകൊണ്ട് സിങ്കിനേക്കാൾ ശക്തി കൂടുതൽ ആർക്കായിരിക്കും? കോപ്പറിനാണ്. അപ്പൊ അവന്റെ ഇലക്ട്രോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ജനറലി ഇനി എന്താ പറയുള്ളൂ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇതിൽ ആര് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതൽ? കോപ്പറിന്. കോപ്പർ ആരാ? കാഥോഡ്. കോപ്പർ ആരാ? അപ്പൊ കാഥോഡിന്റെ പൊട്ടൻഷ്യലിന്ന് ആരുടെ പൊട്ടൻഷ്യല് പറയേ? ആനോഡിന്റെ പൊട്ടൻഷ്യൽ കുറച്ച സാധനമാണ് നമുക്ക് ഇവിടെ എന്തായിട്ട് കിട്ടുന്നത്? മെഷർമെന്റ് ആയിട്ട് കിട്ടുന്നത് അല്ലെ? വി ഗെറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പൊട്ടൻഷ്യൽസ്. അപ്പൊ വലുതിന്ന് ഇത് കുറയ്ക്കുക, ചെറുത് കുറയ്ക്കുക. വലുത് ആരുടെ പൊട്ടൻഷ്യൽ ആയിരിക്കും? പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോ എന്ത് പൊട്ടൻഷ്യലാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ആനോഡ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? എന്ത് പൊട്ടൻഷ്യൽ അത്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ പറഞ്ഞേ. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഇല്ലേ? ഏത് പൊട്ടൻഷ്യലാ? സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താ? ഏതിനാളും കുറവാ? കോപ്പറിനേക്കാളും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ദ എബിലിറ്റി ടു ഗെയിൻ ഇലക്ട്രോൺ ആണ് കേട്ടോ. അപ്പോ കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് എന്ത് കൂടുതൽ? ആരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യലിനേക്കാളും? അപ്പൊ അവര് തമ്മിലുള്ള മത്സരത്തില് ആരാ ജയിക്കുക? കോപ്പർ. അവിടെ ഇനി ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നൊരു വാക്കില്ല കേട്ടോ. മനസ്സിലായാ പറഞ്ഞത്? രണ്ടുപേരുടെയും എന്ത് തന്നെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ സെല്ലിന്റെ ടോട്ടൽ EMF കിട്ടും. സെല്ലിന്റെ ടോട്ടൽ എന്ത് കിട്ടും? EMF. അല്ലെങ്കിൽ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, സെൽ പൊട്ടൻഷ്യൽ. എന്താണ് സെൽ പൊട്ടൻഷ്യൽ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ഹെഡിങ് കൊടുത്തേ എന്താണ്? സെൽ പൊട്ടൻഷ്യൽ ഓർ EMF ഓഫ് എ സെൽ. സെൽ പൊട്ടൻഷ്യൽ ഓർ EMF ഓഫ് എ സെൽ. The cell potential or EMF of a cell. സെൽ പൊട്ടൻഷ്യൽ എന്താ? നിങ്ങളൊരു ഡെഫിനിഷൻ ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തന്നെ. ഇതെന്താ സാധനം? സെൽ പൊട്ടൻഷ്യൽ അല്ലേ? ഒന്ന് വായിച്ചത്. സെൽ പൊട്ടൻഷ്യൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻഡ് എതിർപ്പില്ലല്ലോ. അപ്പൊ കൈവിടെ വേഗം എഴുതിയ സെൽ പൊട്ടൻഷ്യൽ ഓർ EMF is the difference between the cell potential or EMF is the difference between the ആരാണ്? The difference between the electrode potentials. Electrode potentials. ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അത് എന്ത് പൊട്ടൻഷ്യലാ? എന്ത് പൊട്ടൻഷ്യലാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. എന്ത് പൊട്ടൻഷ്യലാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. സംശയമില്ലല്ലോ. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുകയോട്ടെ. രണ്ടുപേരുടെ എന്ത് പൊട്ടൻഷ്യലാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഓഫ് ആരാ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഓഫ് ദ കാഥോഡ് ആൻഡ് ആനോഡ്. കാഥോഡ് ആൻഡ് ആനോഡ്. ഇനി ഇതൊന്ന് ഇക്വേഷൻ ആക്കിയിട്ട് വെച്ചേ. ഈ ഇക്വേഷൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തോട്ടാ. ഈ ഇക്വേഷൻ ഒരു ഓക്സിഡേഷൻ ഉള്ള വാക്ക് അവിടെ നിന്ന് വന്ന കാരണം അതാ. ഈ സെൽ ഈക്വൽ ടു ഇങ്ങനെ എഴുതിക്കോ. RP അപ്പൊ എന്തായിരിക്കും? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് ആരാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് കേട്ടോ. അങ്ങനെ നോക്കിയോ. എന്നിട്ട് മറ്റേത് എഴുതിക്കുക. നാളെ വരുമ്പോ ഇത് പറഞ്ഞാൽ മതി. ഈ സെൽ ഈക്വൽ ടു എന്താ? ഈ കാഥോഡ് മൈനസ് പറയൂ ഈ ആനോഡ്. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. സമയം ഈ കാഥോഡ് മൈനസ് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഓക്കെ. ഇനി വേണമെങ്കിൽ ഒരു ഭാഗം കൂടെ എഴുതാം. വെറുതെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ഈ സെൽ ഈക്വൽ ടു ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. അത് ഈ റൈറ്റ് കാഥോഡ് എവിടെ റെപ്രസെന്റ് ചെയ്യാം? റൈറ്റിലാണല്ലോ റെപ്രസെന്റ് ചെയ്യുക. ആനോഡ് എവിടെ റെപ്രസെന്റ് ചെയ്യാം? ലെഫ്റ്റിലാണ്. അപ്പൊ ER മൈനസ് EL. ഒരു ഭംഗിക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് കേട്ടോ. ഒന്നും പഠിക്കാനില്ല. അപ്പൊ നാളെ ഫിസിക്സ് കുറച്ച് എഴുതില്ല. ഫിസിക്സ് അന്നൊരു ക്ലാസ്സിൽ ചോദിച്ചിട്ടില്ല. ഓർമ്മയുണ്ടാ? കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ട് ചോദിച്ചാ കൂളോംസിലെ വരെ ചോദിച്ചിട്ട് ഓർമ്മയില്ല. അതിനുശേഷം തന്നിട്ടില്ല തോന്നുന്നു അല്ലെ? അത് തരാം. ഇന്ന് അധികമായിട്ടില്ല. ശ്രദ്ധിക്കുക. അടുത്തത് കഴിഞ്ഞിട്ടില്ല. അടുത്ത ഹെഡിങ് കൊടുക്കുക. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അടുത്ത ഹെഡിങ് കൊടുക്കുക. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. കൊടുത്തോ? എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്? ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഷീ എന്ന് എഴുതി വയ്ക്കുക. ഷീ, SH. ഷീ എന്നാണ് പറയാ നമ്മൾ. SH. ഷീ. ഷീ
SH എഴുതിയാ. ശ്രദ്ധിക്കുക, എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്? അപ്പൊ അതിന് മുൻപ് അതിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപ് നമുക്ക്, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ആനോഡും കാഥോഡും തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണോ കൂടുതൽ, അല്ലെങ്കിൽ ആരുടെയാണോ കുറവ്, ഇത് കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ആനോഡ് ആരാവാ, കാഥോഡ് ആരാവാ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വേണം, സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വേണം, സോഡിയം ഉണ്ടെങ്കിൽ സോഡിയത്തിന്റെ വേണം, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവും അല്ലെ? ആണോ? സിൽവർ ഉണ്ടാവും. ഇവരുടെയൊക്കെ എന്ത് വേണം? റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് വേണം. എന്ത് വേണം? നമ്മളിപ്പോ സെല്ല് വെച്ച് അളക്കുമ്പോ കിട്ടണ എന്താ? രണ്ടുപേര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അത് ഒരാളുടെ ആണോ? അല്ല. അത് എത്ര പേരുടെയാ? രണ്ടുപേരുടെ ഒന്നല്ല, രണ്ടുപേരും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ് കിട്ടുന്നത്. നമ്മളിപ്പോ ഈ സിങ്കും കോപ്പറും വെച്ച് ചെയ്തപ്പോ 1.1 കിട്ടി. ഈ 1.1 സിങ്കിന്റെ ആണോ? അല്ല. കോപ്പറിന്റെ ആണോ? അല്ല. പിന്നെ എന്തിന്റെയാ? സിങ്കിന്റെയും കോപ്പറിന്റെയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അപ്പൊ അതിനൊരു മെക്കാനിസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷീ എന്ന് വെച്ചാൽ എന്താ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പൊ അതൊരു ഇലക്ട്രോഡ് എന്ന് കൂട്ടിയാൽ മതി. ഒരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ എഴുതി തരാം. അതൊരു ഇലക്ട്രോഡ്, ഹൈഡ്രജൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോഡാണ്. ബോർഡിൽ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷീയുടെ വാല്യൂ ഉണ്ടല്ലോ, ഷീയുടെ വാല്യൂ നമ്മൾ ആദ്യം എന്താ പറയുകയാണ്? ഷീയുടെ വാല്യൂ എത്രയാ? 0. ഷീയുടെ വാല്യൂ എത്രയാ? 0. The value of electrode potential of standard hydrogen electrode എത്രയായിട്ട് എടുക്കുകയാണ്? 0 ആയിട്ട് എടുക്കുക. ആർബിട്രറിലി ഫിക്സ്ഡ് ആസ് 0. നമ്മളൊരു നമ്പർ വെക്കുകയാണ്. എത്ര വെക്കണേ? 0. ഇനി അതിന് ചർച്ച ചെയ്യാം. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ വാല്യൂ എത്രയാണ്? എപ്പോഴും എത്രയാ? 0. സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഹൈഡ്രജന്റെ വാല്യൂ എത്രയായിട്ട് എടുത്തു? നമ്മൾ 0 ആയിട്ട് എടുത്തു. അപ്പൊ വെള്ളത്തിന്റെ ഡെൻസിറ്റി നമ്മൾ എത്രയായിട്ട് എടുക്കും? 1 ആയിട്ട് എടുക്കും അല്ലെ എന്ന് പറയുന്നത്. ഒരു കമ്പാരിസൺ ചെയ്യാനാണ്. ഇതുമെന്നാണ് എന്ത് ചെയ്യാൻ പോണേ? കമ്പയർ ചെയ്യാൻ പോണേ. അപ്പൊ ആരാണ് നമ്മുടെ കമ്പാരിസന്റെ ബേസ്? ഈ ഷീ ആണ്. ഷീയുടെ വാല്യൂ എത്ര വെച്ചാണ്? 0. അപ്പൊ ഷീനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം നമുക്ക്? ഈ H+/H എതിർപ്പില്ലല്ലോ. അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. പ്രോസസ് എന്താ? കണ്ടിട്ട് എന്താ തോന്നുന്നത്? റിഡക്ഷൻ ഓക്സിഡേഷൻ ആണ്. H+H ആവണം. എന്താ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്ര? 0. ഇനി നമ്മൾ ചെയ്യാൻ പോണ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ഈ ഷീ എടുത്തു. ഷീ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇത് ഷീ ആണ് കേട്ടോ. അപ്പുറത്ത് ആരാണ് വെച്ചു? കോപ്പർ ഇലക്ട്രോഡിന് വെച്ചു. അപ്പുറത്ത് ആരെ വെച്ചു? കോപ്പർ ഇലക്ട്രോഡിന് വെച്ചു. എതിർപ്പില്ലല്ലോ, കോപ്പർ സൾഫേറ്റ്. ഇപ്പുറത്ത് ആരാ? ഷീ. എന്ത് ഘടിപ്പിക്കുകയാണ് ഇവിടെ? ഒരു ഗാൽവനോമീറ്റർ വെച്ചു. ഷീയും പിന്നെ ആരും തമ്മിലാ? കോപ്പറും തമ്മിലൊരു സെല്ല് ഉണ്ടാക്കി നമ്മൾ. അപ്പൊ ഇത് ഗാൽവനോമീറ്റർ വെച്ചിട്ട് നമ്മൾ കറണ്ട് പോണ ഡയറക്ഷൻ നോക്കി. കറണ്ട് പോണ ഡയറക്ഷൻ നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി കറണ്ട് പോയത് എങ്ങോട്ടാ? കറണ്ട് പോയത് കോപ്പറിന്ന് ഷീലിക്കാണ് കറണ്ട് ഇട്ട. അപ്പൊ ഇലക്ട്രോൺസ് പോയത് എങ്ങോട്ടാ? അത് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. കറണ്ട് പോണതിന്റെ നേരെ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് പോയത് എങ്ങടാ? പറയൂ, ഇലക്ട്രോൺസ് പോയത് എങ്ങടാ? ഷീയിൽ നിന്ന്. അത് എവിടുന്ന മനസ്സിലായേ? ഗാൽവനോമീറ്റർ വെച്ച് മനസ്സിലായി. ഗാൽവനോമീറ്റർ പകരം വോൾട്ട്മീറ്റർ വെച്ചു. വോൾട്ട്മീറ്റർ വെച്ചപ്പോ ഒരു വാല്യൂ കിട്ടി. എത്രയാ? 0.34 വോൾട്ട് ആണ്. മക്കളെ, ഈ 0.34 ഷീയുടെ ആണോ? അല്ല. കോപ്പറിന്റെ ആണോ? അല്ല. പിന്നെ എന്താ? രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് കുഴപ്പമില്ലല്ലോ. ഇതിൽ ആരാ കാഥോഡ്? അവിടെ കളിക്കല്ലേ. ഇതിൽ ആരാ കാഥോഡ്? കോപ്പർ. ആരാ ആനോഡ്? ഷീ ആണ് ആനോഡ്. അപ്പൊ ഇതിന്റെ ഈ സാധനം എന്താ? ഈ സാധനം ആരുടെ? നേരത്തെ പറഞ്ഞു സെൽ പൊട്ടൻഷ്യൽ ആണോ? ഇതെന്താ സാധനം? സെൽ പൊട്ടൻഷ്യൽ. ശരിയല്ലേ? അപ്പൊ സെൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. സെൽ പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതുക? ഈ സെൽ ഈക്വൽ ടു പറഞ്ഞേ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. എതിർപ്പില്ലല്ലോ. ഈ കേസിൽ സെൽ പൊട്ടൻഷ്യൽ എത്രയാ? 0.34. ഈ കേസിൽ കാഥോഡ് ആരാ? കോപ്പർ. Cu2+/Cu. സ്റ്റാൻഡേർഡ് ആണെന്ന് കരുതുക കേട്ടോ. ഓക്കെ. മൈനസ് ഈ കേസിൽ ആനോഡ് ആരാ? എതിർപ്പുണ്ടോ? ഇതുവരെ ക്ലിയർ അല്ലേ? പക്ഷെ ഇതിൽ ഒരു വാല്യൂ നമുക്ക് അറിയാം. ആരുടെ വാല്യൂ? ഷീയുടെ വാല്യൂ എത്ര വെച്ചാണ്? 0. ഷീയുടെ വാല്യൂ എത്ര വെച്ചാണ്? 0 ആണ് വെച്ചാണ് അല്ലെ? ഷീയുടെ വാല്യൂ എത്ര വെച്ചാണ്? 0. അപ്പൊ ഈ ഷീ എത്രയാ? 0. നമുക്കറിയാം. അപ്പൊ ഞാൻ ചെയ്യാൻ പോവാണ്. 0.34 ഈക്വൽ ടു ഈ 0 കോപ്പർ മൈനസ് എത്രയാ? -0. കാരണം എന്താ? ഷീയുടെ വാല്യൂ എത്രയാ? അപ്പോ
നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? 0.34 ഈക്വൽ ടു എന്താ? E0 Cu2 പ്ലസ് സ്ലാഷ് Cu. അപ്പൊ കോപ്പറിന്റെ വാല്യൂ ഇപ്പൊ എത്രയായി? പോസിറ്റീവ് നെഗറ്റീവാ? പോസിറ്റീവ്. പോസിറ്റീവ് 0.3. അപ്പൊ ഞാൻ ഇതിന്റെ താഴെ കൊണ്ടുവന്ന് എഴുതുക. ഈ കോപ്പർ എത്രയാ? 0.34. അതായത് ഷീയുടെ വാല്യൂ 0 ആണെങ്കിൽ കോപ്പറിന്റെ വാല്യൂ എത്രയാ? 0.34 ആയി. അത് എന്തുകൊണ്ടാ ഷീയുടെ വാല്യൂ എത്രയാക്കിയ കാരണം? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഷീനേക്കാളും കൂടുതലാ കുറവാണോ കോപ്പറിന്? വാല്യൂ നോക്കുമ്പോ കൂടുതലാ കുറവാ? മറ്റേ 0, ഇത് പോസിറ്റീവ് 0.34 കൂടുതലാ കുറവാ? കൂടുതലാണ്. ആണോ? കൂടുതലാണ്. അത് തന്നെയല്ല അവിടെ സംഭവിച്ചതും. ഇലക്ട്രോണിനെ പിടിച്ചു വാങ്ങി. കോപ്പർ ആരെന്ന് പിടിച്ചു വാങ്ങി? ഷീയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. കോപ്പറിനാണ് എന്ത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്തത് ഇതിന് പകരം ഒരു ബാറ്ററി കൂടി ഉണ്ടാക്കാണ്. ഈ ഷീ ഇനി ആരും കൂടെ വെച്ച് നോക്കാം? കോപ്പറിന്റെ കൂടെ അല്ല, സിങ്കിന്റെ കൂടെ വെച്ച് നോക്കാം. ആരോടെ വെച്ച് നോക്കാം? സിങ്കിന്റെ കൂടെ. അപ്പൊ അതാ ഇവിടെ സിങ്ക് വെച്ചു, ഇവിടെ സിങ്ക് ഇലക്ട്രോഡ് വെച്ചു. ഒരു എക്സ്പെരിമെന്റ് തന്നെ ചെയ്യാണ്. ഇവിടെ ആരെ വെച്ചു? നമ്മള് ഷീനെ വെച്ചു. പുറത്ത് ആരെ കണക്ട് ചെയ്തു? ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തപ്പോ നമ്മൾ കണ്ട കാര്യം, കറണ്ട് ഷീയിൽ നിന്ന് സിങ്കിലേക്കാ. അപ്പൊ ഇലക്ട്രോൺസ് എവിടുന്ന് എവിടേക്കാ പോയേ? ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ നോക്കുമ്പോ ഇലക്ട്രോൺസ് പോയത് എവിടുന്ന് എവിടേക്കാ? സിങ്കിന്ന് ഷീലിക്കാണ്. എവിടുന്ന് എവിടേക്കാ പോയേ? എന്താണ്? സിങ്കിന്ന് ഷീലിക്കാണ് എന്ത് ചെയ്യണം? ഇലക്ട്രോൺസ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കോപ്പറിന്റെ വാല്യൂ ഇവിടെ കഴിഞ്ഞു. ഈ സിങ്ക് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോ പക്ഷെ വരച്ചാൽ എവിടെയാണ്? സിങ്ക് ഏത് സൈഡിലാണ് വരച്ചാൽ? ലെഫ്റ്റാ റൈറ്റാ? ലെഫ്റ്റിലാണ് വരച്ചത്. അപ്പൊ ക്ലിയർ ആണ്. ആരെ ഇതിൽ ആനോഡായിട്ട് വർക്ക് ചെയ്തേ? ഈ എക്സ്പെരിമെന്റ് നോക്കുമ്പോ ആനോഡാവുന്ന ആരാ? സിങ്ക. ആരാ കാഥോഡാവണ? ഷീയാണ്. നമുക്ക് ഇവിടെ എന്തെടുക്കാം? ഇവർ രണ്ടുപേരും തമ്മിലുള്ള പൊട്ടൻഷ്യൽ അത് മെഷർ ചെയ്ത് നോക്കിയപ്പോ അത് 0.76 ആണ് വരുന്നത്. എത്ര വരുന്നത്? 0.76. എതിർപ്പില്ലല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മള് ഈ മെഷർമെന്റ് നോക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഈ സെല്ല് കാണാൻ എന്താ ചെയ്യണ്ടേ? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ആണോ? ഈ സെല്ല് എത്രയാ? ഈ സെല്ല് എത്രയാ? 0.76. ഇത് ഏത് സെല്ലാണ്? സിങ്കും ഷീയും തമ്മിലുള്ള സെല്ലാണ്. ഈ കാഥോഡ് എത്രയാ? ഇതിൽ ആരാ കാഥോഡ്? കാഥോഡിന്റെ വാല്യൂ എത്രയാ? 0. മൈനസ് ഈ ആനോഡ്. ആരാ ആനോഡ്? സിങ്ക് അല്ലേ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഈ മൈനസ് ഉള്ള സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടേ, പോസിറ്റീവ് ഉള്ള 0.76 അങ്ങോട്ട് കൊണ്ടുപോട്ടെ. അപ്പൊ അവിടുത്തെ മൈനസ് ഇങ്ങോട്ട് വരുമ്പോ അത് എന്താവും? സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ. ഈ 0 Zn2 പ്ലസ് സ്ലാഷ് Zn. ഇവിടെ 0 ഉണ്ട്. ഇത് അങ്ങോട്ട് പോകുമ്പോ എന്താവും? മൈനസ് ആവും. അപ്പൊ ആരുടെ വാല്യൂ കിട്ടി നമുക്ക്? സിങ്കിന്റെ വാല്യൂ കിട്ടി. അപ്പൊ സിങ്കിന്റെ വാല്യൂ എത്രയാ വരുന്നത്? സിങ്കിന്റെ വാല്യൂ വരുന്നത് പറയും മക്കളെ, മൈനസ് 0.76. സിങ്കിന്റെ വാല്യൂ വരുന്നത് എത്രയാ? മൈനസ് 0.76. എതിർപ്പില്ലല്ലോ. അപ്പോ കമ്പാരിറ്റീവ്ലി ആർക്കാണ് ശക്തി കൂടുതൽ? ആർക്കാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? ഷീക്ക് തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? സോഡിയം എടുക്കും, മഗ്നീഷ്യം എടുക്കും, അലുമിനിയം എടുക്കും, സിൽവർ എടുക്കും, എല്ലാ സാധനങ്ങളും എടുക്കും. എന്നിട്ട് ആരുടെ കൂടെ വെച്ച് നോക്കാണ്? ഷീയുടെ കൂടെ വെച്ച് നോക്കുക. ഇനി ആ കാര്യം ചോദിക്കട്ടെ, സിങ്കും കോപ്പറും മത്സരം വെച്ച് ആര് ജയിക്കുള്ളൂ? കോപ്പറല്ലേ ജയിക്കുള്ളൂ. കാരണം വാല്യൂ സംസാരിക്കണില്ലേ? കാരണം എന്താ? സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിനേക്കാളും കൂടുതലാണ് ആർക്ക്? കോപ്പറിന്. ഇപ്പൊ വാല്യൂ ആയി അല്ലേ? ഇപ്പൊ വാല്യൂ ആയി. ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കണം, ലിഥിയത്തിന്റെ വാല്യൂ വരുന്നത് മൈനസ് 0.35 ആണ്. ലിഥിയത്തിന്റെ വരുന്നത്. അതുപോലെ ലെഡിന്റെ വരുന്നത് മൈനസ് 0.13 ആണ്. മൈനസ് പറഞ്ഞേ, ഇതിൽ ആരാ കാഥോഡ് ആനോഡാവുക? ഇതിൽ ആരാ കാഥോഡ് ആരാ കാഥോഡാവുക? ഇതിൽ വലിയ വാല്യൂ ആർക്കാം? ഒക്കെ പറഞ്ഞേ. മൈനസ് 3.05 മൈനസ് 0.13 വലുതേതാ? പി ബി അല്ലേ? ആണോടാ? അതറിയില്ലേ? അപ്പൊ ഇതിൽ ആരാ കാഥോഡാവുക? പി ബി കാഥോഡാവും. മറ്റേ ആളെന്താവും? ആനോഡാവും. എതിർപ്പുണ്ടാ? കുഴപ്പമില്ലല്ലോ. ഇത് വെച്ച് നമ്മള് ഇങ്ങനെ കുറെ എലമെന്റ്സിന്റെ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് നിരത്തി എഴുതണ ഒരു സംവിധാനം ഉണ്ട്, ഒരു സീരീസ് ഉണ്ട്. ആ ടേബിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? 10ൽ പഠിച്ചിട്ടുള്ളതൊക്കെ എന്താ? ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഇല്ലേ? പഠിച്ചിട്ടില്ലേ? എന്താ എന്താ പൂക്കാസ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം പഠിക്കല്ലേ? ഒരു ഓർഡറിൽ പഠിക്കാല്ലേ? മെസ്സിയുടെ കൂടെ മെസ്സിയുടെ കൂടെ വെച്ചിട്ട് മെസ്സി ആ സാധനമാണ് ഈ പറയുന്നത്. വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. എന്താ ഈ മെസ്സിയുടെ കൂടെ? അറിയില്ലല്ലോ. കഴിഞ്ഞു. ഇന്ന് അവസാനിച്ചോട്ടെ. സംശയം ഉണ്ടാ? എനിക്ക് പോണം.
വരിക എഴുതി വെക്കാൻ. അപ്പൊ ഇതാണ് സംഗതി. അപ്പൊ ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇനി ഷീ എന്താന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അല്ലെ? ഇത് കഴിഞ്ഞാൽ ഷീനെ നമ്മള് പറയുന്ന സംഗതിയാണ്. ഷീയുടെ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ട് വരുന്ന നാളെ വരുമ്പോ ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇതാണ് ഷീയുടെ സെറ്റപ്പ്. ബോൾ ശ്രദ്ധിച്ചേ, ഇതൊരു ബീക്കർ, ഇതില് ആര് വേണം? ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണല്ലോ. എന്തായിരിക്കും? കഴിഞ്ഞു, ഒരു പാരഡിറ്റ് വേണം പോകണ്ടോ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? 1 ക്യാപിറ്റൽ എം ആര് എടുക്കുക? 1 ക്യാപിറ്റൽ എം ആര് എടുക്കുക? HCl എടുക്കാം. HCl H2SO4 ശ്രദ്ധിക്കേ, HCl H2SO4 എന്ത് വേണമെങ്കിൽ ആവാം. ആരുണ്ടാവണം? ഹൈഡ്രജന്റെ അയോൺ ഉണ്ടാവണം. ഈ ഹൈഡ്രജൻ കട്ടയിട്ട് ഇറക്കി വെക്കാൻ പറ്റുമോ? ഇല്ല, ഹൈഡ്രജൻ കട്ടയിട്ട് ഇറക്കി വെക്കാൻ പറ്റില്ല. ഹൈഡ്രജൻ എപ്പോഴും ഏത് സ്റ്റേറ്റിലാ? ഏത് സ്റ്റേറ്റിലാ? ഗേഷ്യസ് സ്റ്റേറ്റിലാണ് നിൽക്കുക അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന കഴിഞ്ഞാൽ ഒരു പാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക? കമത്തി വെക്കുക. ഒരു ചില്ല് പാത്രം എടുത്ത് കമത്തി വെക്കുക. എന്നിട്ട് എന്താ അതിന്റെ ഉള്ളിൽ കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പ്ലാറ്റിനത്തിന്റെ എന്താ ഒരു പീസ് വെച്ചേക്കുക. എന്താ വെച്ചാൽ പ്ലാറ്റിനത്തിന്റെ പീസ്. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ആരടിച്ചു കൊടുക്കുക? ആരടിച്ചു കൊടുക്കണു? ഹൈഡ്രജൻ ഗ്യാസിനെ തള്ളി കൊടുക്കണം. അപ്പൊ ഈ പാത്രത്തിന്റെ ഉള്ളിലേക്ക് നിറഞ്ഞു വരും. എന്നിട്ട് ആ ഹൈഡ്രജൻ ഗ്യാസ് പ്ലാറ്റിനത്തിന്റെ സർഫസിൽ വന്നിട്ട് എന്ത് ചെയ്യും? പറ്റി പിടിച്ചിരിക്കുക. അതിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുക. അപ്പൊ ഈ പ്ലാറ്റിനത്തിന്റെ സർഫസിൽ ആര് വന്നിരിക്കുകയാണ്? ഹൈഡ്രജന്റെ മോളിക്യൂൾസ് വന്നിരിക്കും. അങ്ങനെയാണ് എന്ത് ഇലക്ട്രോഡ് ഉണ്ടാക്കണം? നമ്മള് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉണ്ടാക്കണം. കുഴപ്പമില്ലല്ലോ. ഇതെന്ത് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? കട്ടൗണ്ട് വയ്ക്കാൻ പറ്റുമോ? ഇല്ല, ഹൈഡ്രജന്റെ കട്ടൗണ്ട് വയ്ക്കാൻ പറ്റുമോ? അത് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതുകൊണ്ട് ഒരു പ്ലാറ്റിനത്തിന്റെ ഷീറ്റിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക? ഇത് വെക്കുക. ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്നും അല്ല ഇത് പഠിക്കേണ്ട. ഇതിൽ പഠിക്കേണ്ട ഒരൊറ്റ പോയിന്റ് ആണ്. പഠിക്കണം. മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ? ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഷീ ഈസ് ആർബിട്രറിലി ഫിക്സ്ഡ് ആസ് 0. ഇതാണ് മെയിൻ പോയിന്റ്. പിന്നെ മെഷർമെന്റ് ആണ്. ഇതൊന്നും നമ്മൾ എഴുതുന്നില്ല. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇനി ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ ഡെഫിനിഷനും അതിന്റെ അപ്ലിക്കേഷനും ആണ് എഴുതേണ്ടത്. നാളെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഷീയുടെ ഡെഫിനിഷൻ ഒരു ചെറിയ പാരഗ്രാഫ് ഉണ്ട്, അത് എന്ത് ചെയ്യണം? പഠിച്ചിട്ട് വരണം. ഓക്കെ, എഴുതാം. പെട്ടെന്ന് എഴുതുന്നത് വേഗം ഇറങ്ങാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ് എ പ്ലാറ്റിനം മെറ്റൽ സ്ട്രിപ്പ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, standard hydrogen electrode consist of a standard hydrogen electrode consist of a standard hydrogen electrode consist of a platinum platinum metal strip. ഈ platinum metal strip എന്തിനാന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആ പ്ലാറ്റിനത്തിന്റെ മെറ്റലിനെയാണ് ആര് പോയിട്ടിരിക്കുക? ഹൈഡ്രജൻ പോയിട്ടിരിക്കുക. platinum metal strip dipped in exactly എത്ര മോളാർ സൊല്യൂഷൻ ആയിരിക്കും? സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എത്ര മോളാറാ? 1 മോളാർ. dipped in exactly 1 capital M HCl solution. ഇത് കറക്റ്റ് ആയിട്ട് നാളേക്ക് പഠിക്കണം. നാളെ പഠിച്ചില്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടാവും. കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പറഞ്ഞിട്ടല്ല. ആകെ കുറച്ച് കാര്യം എന്നൊക്കെ എടുത്തിട്ടുള്ളൂ. കണ്ടമാനൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഒരു തമാശ ഉണ്ട്. ഒരു ചോദ്യം കിട്ടിയെങ്കിൽ അവരോട് ചോദിക്കാം. ആകെ 3 ചോദ്യം പഠിക്കാൻ എന്നിട്ട് പിന്നെ അത് കിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. എഴുതുക. The platinum metal strip is surrounded by the platinum metal strip is surrounded by a എന്താണ് ഒരു ഗ്ലാസിന്റെ പാത്രം അല്ലേ? surrounded by a jacket through which surrounded by a jacket. ആ പാത്രമാണ് ജാക്കറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. jacket through which അതിലൂടെ ആരെ കടത്തി വിടും? through which hydrogen gas through which H2 is supplied അല്ലെങ്കിൽ H2 is passed. അതിന്റെ ഉള്ളിലൂടെ ആരെ കടത്തി വിടുകയാണ്? ഹൈഡ്രജനെ കടത്തി വിടുകയാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ പാസ്ഡ് അറ്റ് 1 atm പ്രഷർ, അറ്റ് 1 atm ടെമ്പറേച്ചർ എന്താ? ആൻഡ് 298 കെൽവിൻ. ബോർഡിൽ ഉണ്ട് കേട്ടോ. ബോർഡ് നോക്കിയിട്ട് എഴുതാം. അതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താ? മെയിൻ സാധനം ഇതാണ്. The electrode potential of She is arbitrarily fixed as 0. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? ഷീയുടെ വാല്യൂ 0 ആക്കിയത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? ബാക്കിയുള്ള സാധനങ്ങൾക്ക് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റിയത്? അസൈൻ ചെയ്യാനായിട്ട് പറ്റിയത്. ശരിയല്ലേ? ഷീയുടെ വാല്യൂ 0 ആക്കിയത് കൊണ്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കണം. അപ്പൊ ഷീക്ക് ഒന്നല്ലെങ്കിൽ കാഥോഡായിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഷീക്ക് ആനോഡായിട്ട് ആക്ട് ചെയ്യാം. ശരിയല്ലേ? ആക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. നമ്മൾ കണ്ടു. അത് ശ്രദ്ധിച്ചേ. കോപ്പറിന്റെ കൂടെ ആക്ട് ചെയ്തപ്പോ എന്തായിട്ട് ആക്ട് ചെയ്തേ? പറയേ. ആനോഡായിട്ട് ആക്ട് ചെയ്തു. ആനോഡ് എന്ന് പറയുമ്പോ ഷീക്ക് അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? പറയേ. കോപ്പറിന്റെ കൂടെ എന്തായിട്ട് ആക്ട് ചെയ്തേ? ആനോഡായിട്ട് ആക്ട് ചെയ്തപ്പോ ഷീക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഓക്സിഡേഷൻ അല്ലെ?
അപ്പൊ ദാ ഷീ ആസ് ആനോഡ്. ഷീ ആസ് ആനോഡ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക അല്ലെ? ഇലക്ട്രോണിനെ എന്ത് ചെയ്യാണ് ചെയ്യുക? വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? H2 എന്ന് പറയുന്ന സൈലന്റ് ആയിരുന്നേ. ഏതാ ഈസ്? എന്താ ഇതാണോ? ഇതാണോ ആർബിറ്റർലി? അതവിടെ എത്തിയിട്ടുള്ള ഭയങ്കര എടുത്ത്. ആർബിട്രറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഫിക്സ് ചെയ്ത് വെക്കണോ? അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. കണക്ക് വരാൻ ഐഡന്റിറ്റി ആണ് ശരിക്കും. അഡിറ്റീവ് ഐഡന്റിറ്റി ആയ കാരണമാണ് സീറോ കൊടുത്തത്. ഈ 2 കൊടുക്കായിരുന്നു. 2 കൊടുത്ത വേറെ വാല്യൂസ് വരുന്നു മാത്രം. വേറെ എഴുതിയാ ശ്രദ്ധിച്ചേ. അപ്പൊ ഷീ ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഹൈഡ്രജൻ ഗ്യാസ് എന്താ സംഭവിക്കുക? ശ്രദ്ധിക്കുക ഇവിടെ ശ്രദ്ധിക്കേ. ഹൈഡ്രജൻ ഗ്യാസ് എന്ത് സംഭവിക്കും? 2H+ഉം എത്ര ഇലക്ട്രോൺസാ? 2 ഇലക്ട്രോൺസ്. കുഴപ്പമില്ലല്ലോ. ഷീ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഹാഫ് റിയാക്ഷൻ ആണ് കാണുന്നത്. ഇവിടുത്തെ ഈ റിയാക്ഷൻ മനസ്സിലായി നിങ്ങൾക്ക്? അതായത് എച്ച് എത്ര ഇലക്ട്രോൺ വിട്ട് കൊടുക്കും? എച്ച് എത്ര ഇലക്ട്രോൺ വിട്ട് കൊടുക്കും? 1 ഇലക്ട്രോൺ വിട്ട് കൊടുക്കും. H2 മോളിക്യൂൾ ആകുമ്പോ എത്ര എച്ച് ഉണ്ട്? അപ്പൊ 2H ഉണ്ട്. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയി? 2 ഇലക്ട്രോൺസ് ആയി. ഇനി എന്താ? ഒരു പോയിന്റ് കൂടെ എഴുതുക. ഷീ ആസ് ആരാ? ഷീ ആസ് ആരാ? കാഥോഡ്. അത് ഈ റിയാക്ഷൻ എന്ത് ചെയ്യാ? തിരിച്ചെഴുതുക. ഈ റിയാക്ഷൻ എന്ത് ചെയ്യാ? തിരിച്ചെഴുതുക. ഓക്കെ, അപ്പൊ എന്തായി? H2 ആയി. ഓക്കെ, അതിലെ H+ന്റെ അവിടെ എന്ത് കൊടുക്കുക? ഇവിടെ ശ്രദ്ധിച്ചേ. ഈ H2 എന്തായിട്ടാ വരണേ? ഗ്യാസാ സോളിഡാ? എന്തായിട്ട് വരണേ? ഗ്യാസ്. കറക്റ്റ് അല്ലേ? ഗ്യാസ് അല്ലേ നമ്മൾ സപ്ലൈ ചെയ്തേ പ്ലാറ്റിനം സ്ട്രിപ്പിലേക്ക്. ഈ H+ എന്തായിരിക്കും പറയാൻ പറ്റുമോ? പറഞ്ഞോ. ലിക്വിഡ്. ലിക്വിഡ് അല്ല, കറക്റ്റ് എന്താ? അക്വസ് സൊല്യൂഷൻ. വെള്ളത്തിലേക്ക് എന്ത് ചെയ്യാണ് ചെയ്യുക? ഇറങ്ങി പോവാണ് ചെയ്യുക അല്ലെ? ഈ H+ എന്താ? അക്വസ്. അത് മാർക്ക് ചെയ്ത് ഇടണം. ഇവിടെയും അക്വസ്, ഇവിടെ എന്താണ്? ഇവിടെ ഗ്യാസ് കേട്ടോ. കഴിഞ്ഞു. പഠിക്കാതെ പഠിച്ചിട്ട് വരണം കേട്ടോ. ശരിയാണ്. പഠിക്കാനുള്ളത് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. നാളെ ചോദിക്കട്ടെ എന്തായാലും. ഇതൊക്കെ പഠിച്ചിട്ട് പോന്നോ. ഷീയുടെ പാരഗ്രാഫ് പഠിക്കണം കേട്ടോ. 7 മണി കഴിഞ്ഞപ്പോ